ഹലോ. അപ്പം നമ്മുടെ ലോക്ക്ഡൗൺ ടൈമിലെ ഓൺലൈൻ സെമിനാറൊക്കെ ഇപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ പോർഷനാണ്. ഞാൻ എടുക്കാൻ പോകുന്ന പോർഷൻ ഡബിൾ ടാക്സേഷൻ റിലീഫ് അല്ലെങ്കിൽ സെക്ഷൻ 90 91. അപ്പോൾ ഏതൊരു കാര്യത്തിനെക്കുറിച്ചും പഠിക്കുന്നതിന് മുമ്പ് നമ്മളതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ച് അറിയണം. അപ്പോൾ റിലീഫ് എന്ന ടേം അവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് നമുക്ക് എന്താണ് ഡബിൾ ടാക്സേഷൻ എന്ന് നോക്കി തുടങ്ങാം. ഡബിൾ ടാക്സേഷൻ എന്താണ് എന്ന് ഞാനിപ്പോൾ പ്രത്യേകമായിട്ട് നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ മിക്കവാറും ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ളതും അതിനെക്കുറിച്ച് തിയറി പഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും ബേസിക്കായിട്ട് ഇച്ചിരി കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് പോകുന്നതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് ഒന്നുകൂടെ ഒന്ന് ചർച്ച ചെയ്യാം. എന്താണ് ഡബിൾ ടാക്സേഷൻ? ഒരേ ഇൻകത്തിന് ഒരാളുടെ കയ്യിൽ നിന്ന് 2 പ്രാവശ്യം ടാക്സ് ചെയ്യുന്നതിന് നമ്മൾ ഡബിൾ ടാക്സേഷൻ എന്ന് പറയും. അല്ലെങ്കിൽ ഒരേ ഇൻകത്തിന് നമ്മൾ 2 പ്രാവശ്യം ടാക്സ് ഈടാക്കിയാൽ നമ്മളതിനെ എന്ത് പറയും? ഡബിൾ ടാക്സേഷൻ എന്ന് പറയും. അപ്പം ഇവിടെ ഇച്ചിരി കൂടെ അഡ്വാൻസ്ഡ് വേർഷനാണ് നമ്മൾ പഠിക്കുന്നത്. വെച്ചാൽ ഒരു ഇൻ്റർനാഷണൽ ഡബിൾ ടാക്സേഷൻ എന്ന തലത്തിലേക്കാണ് നമ്മൾ പഠിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാനിപ്പം എനിക്ക് ഇന്ത്യയിലൊരു ഇൻകം ഉണ്ട്, അതേപോലെ തന്നെ എനിക്ക് ഫോറിൻ കൺട്രിയിൽ നിന്ന് ഒരു ഇൻകം ഉണ്ട്. ഇപ്പോൾ ഫോറിൻ കൺട്രിയുടെ ഇൻകത്തിന് ഞാൻ അവിടെ ടാക്സ് അടച്ചു. ഞാൻ ഇന്ത്യൻ റെസിഡൻ്റ് ആയതുകൊണ്ട് ആ ഇൻകത്തിന് ഫോറിൻ കൺട്രിയിൽ ഞാൻ ഉണ്ടാക്കിയ ഇൻകത്തിന് ഇന്ത്യയിൽ വന്ന് പിന്നെയും ടാക്സ് അടയ്ക്കുന്നു. അപ്പോൾ ഒരേ ഇൻകത്തിന് ഞാനിപ്പോൾ എത്ര പ്രാവശ്യം ടാക്സ് അടച്ചു? 2 പ്രാവശ്യം ടാക്സ് അടച്ചു. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നതിന് മുമ്പ് കുറച്ചുകൂടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യണം. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഓരോ കൺട്രിയിലും ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ കമ്പ്യൂട്ട് ചെയ്യുന്നതിന് ഓരോ റൂൾസ് ഉണ്ട് അല്ലേ? ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ആര് ടാക്സ് കൊടുക്കണം എന്ന് അല്ലെങ്കിൽ ഏതൊക്കെ ഇൻകത്തിന് ഒരാൾ ടാക്സ് കൊടുക്കണം എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കമ്പ്യൂട്ട് ചെയ്തെടുക്കാറുണ്ട്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഒരുപാട് ബേസിക് കണ്ടീഷൻസും അഡീഷണൽ കണ്ടീഷൻസും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. വലിയ ടേബിളൊക്കെ എഴുതിയിട്ട് ഏതോ ഒരു ഇൻകം അക്രൂഡ് ആൻഡ് അറൈസ്ഡ് ഇൻ ഇന്ത്യ, ടാക്സബിൾ നോൺ ടാക്സബിൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. റെസിഡൻറ്റ്, ഓർഡിനറി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി, നോൺ റെസിഡൻറ്റ്, അവരുടെയൊക്കെ പേരിൽ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇന്ത്യയിൽ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്? അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം കമ്പ്യൂട്ട് ചെയ്യാറ് ഉള്ളത്. അപ്പം റെസിഡൻറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. എന്താണ് റെസിഡൻറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ഗവൺമെൻറ്റിന് അവരുടെ റെസിഡൻറ്റിൻ്റെ ഇൻകത്തിന് മേൽ ടാക്സ് കളക്ട് ചെയ്യാനുള്ള റൈറ്റാണ് റെസിഡൻറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു രാജ്യത്തിൻ്റെ റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഗവൺമെൻറ്റിന് അയാളുടെ മുഴുവൻ ഇൻകത്തിലും എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് കളക്ട് ചെയ്യാൻ പറ്റും? ടാക്സ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ വേറൊരു പ്രിൻസിപ്പിളാണ് സോഴ്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എന്താണ് സോഴ്സ് പ്രിൻസിപ്പിൾ? പേര് പോലെ തന്നെ. ഇപ്പോൾ ഞാൻ ഇന്ത്യൻ റെസിഡൻ്റ് ആണ്, പക്ഷേ ഞാൻ കാനഡയിൽ ജോലി ചെയ്യുന്ന ആളാണ്. എനിക്ക് അവിടുന്ന് 20,000 രൂപ സാലറി കിട്ടിയെന്ന് വിചാരിക്കും. അപ്പം ആ ഗവൺമെൻറ് പറയും, നിൻ്റെ ഇൻകത്തിൻ്റെ സോഴ്സ് ഞങ്ങളുടെ കാനഡയിലായതുകൊണ്ട് നീ എവിടെ ടാക്സ് അടയ്ക്കണം? കാനഡയിലും നീ ടാക്സ് അടയ്ക്കണം. അവിടുത്തെ റേറ്റിൽ നീ അവിടെ ടാക്സ് അടയ്ക്കണം. അപ്പം ഇന്ത്യയിൽ വരുമ്പോഴും ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. വേറെ ഏതെങ്കിലും റെസിഡൻറ്റ്, നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ നോട്ട് റെസിഡൻറ്റ് അല്ല നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഇൻകം എടുക്കുമ്പോൾ നമ്മൾ പറയും, എന്തായാലും കൊള്ളാം, നീ എവിടുത്തുകാരനായാലും കൊള്ളാം, എന്താണ് സംഭവം? ഇന്ത്യയിൽ നിനക്ക് ഇൻകം അക്രൂ ചെയ്തിട്ടുണ്ട്, അറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഇവിടെ ടാക്സ് അടയ്ക്കണം. അപ്പം മെയിനായിട്ടുള്ള 2 പ്രിൻസിപ്പിളിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഒന്ന് റെസിഡൻസ് പ്രിൻസിപ്പിളും മറ്റൊന്ന് സോഴ്സ് പ്രിൻസിപ്പിളും. റെസിഡൻസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കമ്പ്യൂട്ട് ചെയ്യും. നീ ഇന്ത്യയിലുള്ള ആളായിരുന്നോ, ഇന്ത്യൻ റെസിഡൻ്റ് ആയിരുന്നോ, നിൻ്റെ ബേസിക് കണ്ടീഷൻ അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, നീ റെസിഡൻ്റ് ആണ്, സോ ഇവിടെ നിനക്ക് ടാക്സ് ഞങ്ങൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് റെസിഡൻസി സ്റ്റാറ്റസിൻ്റെ പേരിലാണ്. പിന്നെ സോഴ്സ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നിനക്ക് ഇൻകം അക്രൂ ചെയ്തു, നീ ഏത് രാജ്യക്കാരനായിക്കോട്ടെ, എവിടുത്തെ റെസിഡൻറ്റും ആയിക്കോട്ടെ, പക്ഷേ ഇൻകത്തിൻ്റെ സോഴ്സ് ഇവിടുന്നാണെങ്കിൽ ആ ഗവൺമെൻറ് അവർക്ക് ടാക്സ് അവിടെ കമ്പ്യൂട്ട് ചെയ്യും. അല്ലെങ്കിൽ അയാളുടെ മേടിക്കുന്നുണ്ടെങ്കിൽ അത് സോഴ്സ് പ്രിൻസിപ്പിളിൻ്റെ ബേസിസിലാണ്. ഒരുപാട് കൺട്രി ഉണ്ട് നമുക്ക്. അപ്പോൾ ഒരുപാട് ഈ കൺട്രികളിലെല്ലാം തന്നെ എല്ലാത്തിൻ്റെ റൂൾസും ലോസും ഒക്കെ വളരെയധികം വ്യത്യാസമായിട്ടുള്ള രീതിയിലായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂളായിരിക്കും. അപ്പം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ ഇപ്പം നമ്മുടെ ക്ലാസ്സിലെ അഞ്ജലി, അവളെ ചുമ്മാ ഈ എക്സാമ്പിളൊക്കെ എടുക്കാം. അഞ്ജലിക്ക് ഇന്ത്യയിൽ ഇൻകം ഉണ്ട് 80,000 രൂപ. അതേസമയം തന്നെ അഞ്ജലിക്ക് കാനഡയിൽ നിന്ന് ഇൻകം ഉണ്ട് 20,000 രൂപ. അപ്പം അഞ്ജലി ഇന്ത്യൻ റെസിഡൻ്റ് ആണ് പക്ഷേ കാനഡയിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഇന്ത്യൻ റെസിഡൻ്റ് ആണെങ്കിൽ അഞ്ജലി ഇന്ത്യയിൽ വരുമ്പം ഏത് ഇൻകത്തിനാണ് ടാക്സ് അടയ്ക്കേണ്ടത്? ഇന്ത്യയിലെ ഇൻകമായ 80,000-നും അവൾക്ക് ഫോറിൻ
കൺട്രിയിൽ കിട്ടിയ 20,000 രൂപയ്ക്കും, അങ്ങനെ മൊത്തം 1,00,000 രൂപയ്ക്കും ടാക്സ് അഞ്ജലി എവിടെ അടയ്ക്കേണ്ടി വരും? ഇന്ത്യയിൽ അടയ്ക്കേണ്ടി വരും. എന്തുകൊണ്ട്? റെസിഡൻസി സ്റ്റാറ്റസ് കമ്പ്യൂട്ട് ചെയ്തപ്പോൾ അഞ്ജലി റെസിഡൻ്റ് ആണെന്ന് തെളിഞ്ഞതുകൊണ്ട് എവിടുത്തെ ഇൻകം കിട്ടുന്ന ഒന്നും ഒരു കാര്യം ഇവിടെ മാറ്ററല്ല. ഒറ്റ കാര്യമുള്ളൂ, ആ പുള്ളിക്കാരി അല്ലെങ്കിൽ നമ്മുടെ അഞ്ജലി റെസിഡൻ്റ് ആണോ, ആരാണോ അസസി, റെസിഡൻ്റ് ആണോ അല്ലയോ? റെസിഡൻ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? എവിടുത്തെ ഇൻകമാണ്, എവിടെ നിന്നാണ് അത് അറൈസ് ചെയ്യുന്നതെന്നുള്ള ഒന്നും മാറ്ററല്ല, റെസിഡൻറ്റ് കൺട്രിയിൽ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഒരാളിങ്ങനെ ഒരേ ഇൻകത്തിന് 2 പ്രാവശ്യമൊക്കെ ടാക്സ് അടയ്ക്കുക എന്ന് പറയുമ്പം വൻ നഷ്ടത്തിലാണത്. ഭയങ്കര ഒരു നഷ്ടമായിരിക്കും അയാൾക്ക്. ഇതിപ്പോൾ നമ്മളിപ്പോഴാണ് ചിന്തിച്ച് തുടങ്ങുന്നത്. പക്ഷേ നമ്മളുടെ ഗവൺമെൻറ്, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ, നമ്മുടെ ഇൻകം ടാക്സിൻ്റെ ബോർഡും കാര്യങ്ങളെല്ലാം തന്നെ ഇത് വളരെ നേരത്തെ തന്നെ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അയ്യോ, ഇതിങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ടും എന്ത് സംഭവിച്ചു? ഒരുപാട് കൺട്രിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ബാധിക്കും, അവരുടെ ക്യാപിറ്റൽ ഫ്ലോ ബുദ്ധിമുട്ടാകും, അട്രാക്ഷൻ കുറഞ്ഞു പോകും, ഇങ്ങനെ രണ്ടിടത്തും ടാക്സ് അടയ്ക്കേണ്ടതുകൊണ്ട് മനുഷ്യർ മടിക്കും. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് കൊണ്ട് അത് ഡെവലപ്പിംഗ് കൺട്രിക്കും ഡെവലപ്ഡ് കൺട്രിക്കും എല്ലാം തന്നെ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ടും എന്ത് സംഭവിച്ചു? 1939 ഒക്കെ ആയപ്പോഴത്തേക്ക് ഡബിൾ ടാക്സേഷൻ ഒരു റിലീഫ് കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഡെവലപ്പായിട്ട് വന്നു. 1939 ഒക്കെ ആയപ്പോഴത്തേക്ക് വന്നു. അപ്പം 13th സെഞ്ച്വറിയിൽ ഫ്രാൻസും ഇറ്റലിയും കൂടെ ഒരു ഡബിൾ ടാക്സേഷൻ ഇഷ്യൂ നടന്നു. എന്ന് പറഞ്ഞാൽ ഒരാളുടെ പ്രോപ്പർട്ടി ഇരിക്കുന്നത് വേറൊരു കൺട്രിയിലാണ്, പക്ഷേ ആ ഓണർ ഇരിക്കുന്നത് വേറൊരു കൺട്രിയിലാണ്. അപ്പോൾ പ്രശ്നം വന്നത് എവിടെ ടാക്സ് ചെയ്യും എന്നുള്ള പ്രശ്നങ്ങൾ വന്നു. അപ്പോഴാണ് മെല്ലെ കൺസെപ്റ്റുകളൊക്കെ, ഡബിൾ ടാക്സേഷൻ്റെ കൺസെപ്റ്റുകളൊക്കെ ഇങ്ങനെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് വന്നാണ് 1939 ആയപ്പോഴത്തേക്ക് ഇങ്ങനെ റിലീഫ് കൊടുക്കാം എന്നൊരു കൺസെപ്റ്റ് ഇങ്ങനെ മുന്നോട്ട് വന്നത്. അപ്പം നമുക്കറിയാമല്ലോ, പല കൺട്രികളിലും പല ലോസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ടാക്സിൻ്റെ പെർസ്പെക്റ്റീവ് മാറ്റി നിർത്തിയാൽ തന്നെ ബാക്കി എല്ലാ ജനറൽ കാര്യങ്ങളിലേക്ക് എടുത്താലും അല്ലെ വേറെ മെയിൻ കാര്യങ്ങളിലേക്ക് എടുത്താലും നമുക്കറിയാമല്ലോ, പല കൺട്രിയിലും പല റൂൾസും റെഗുലേഷൻസും വരും. പക്ഷേ കോമൺ ആയിട്ടാണ് ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ സാധാരണ ചെയ്യാറുള്ളത് എന്തെങ്കിലും ഒരു എഗ്രിമെൻറ്റിലേക്ക് 2 കൺട്രിയും കൂടെ ഏർപ്പെടുകയാണ് ചെയ്യാറ്, അല്ലെ 2 അസോസിയേഷൻ കൂടെ ഏർപ്പെടുകയാണ് ചെയ്യാറ്. അതിനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ മറ്റേ പൈലറ്റായ നമ്മുടെ അഭിനന്ദൻ വർദ്ധമാൻ പ്ലെയിൻ ക്രാഷ് വന്നിട്ട് പാകിസ്ഥാനിലാണ് വീണുപോയത്. പക്ഷേ പാകിസ്ഥാന് അഭിനന്ദനെ നമ്മുടെ നാട്ടിലേക്ക്, ഇന്ത്യയിലേക്ക് തിരിച്ചു തന്നു. എന്തിനാണ് അങ്ങനെ തിരിച്ചു തന്നത്? ഒരു തരത്തിൽ ആലോചിച്ചാൽ ഇന്ത്യ അവരുടെ ശത്രുവായതുകൊണ്ടും ഇങ്ങനെ അന്ന് എന്തോ യുദ്ധം നടന്നതിൻ്റെ പശ്ചാത്തലത്തിലും ആയിരുന്നല്ലോ, അതിൻ്റെ വാശിക്ക് അവർക്ക് കൊന്നുകളയായിരുന്നില്ലേ. പക്ഷെ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, പണ്ട് നടന്ന ജനീവ കൺവെൻഷനിൽ ഒരുപാട് പ്രോട്ടോകോൾസും ട്രീറ്റീസും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വാറിലകപ്പെടുന്ന പ്രിസണേഴ്സിന് അല്ലെങ്കിൽ അങ്ങനെ വരുന്ന മിലിറ്ററി പേഴ്സൺസിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് മുതലായ എല്ലാ കാര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കോമൺ കാര്യം അത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും വേണം. പക്ഷേ വ്യത്യസ്തമായ റൂൾസും റെഗുലേഷൻസും നിലനിൽക്കുകയാണെങ്കിലും എന്തെങ്കിലും പർട്ടിക്കുലർ എഗ്രിമെൻറ്റോ പ്രോട്ടോക്കോളോ ഉണ്ടെങ്കിൽ അതിൻ്റെ ബലത്തിൽ നമുക്കത് ക്ലെയിം ചെയ്യാനായിട്ടോ അല്ലെ അവകാശപ്പെടാനായിട്ടോ ഒക്കെ സാധിക്കും. അപ്പോൾ ജനീവ പ്രോട്ടോക്കോൾ നിലനിന്നുകൊണ്ടാണ് ഇന്ത്യ അഭിനന്ദൻ വർദ്ധമാനെ തിരിച്ചു നൽകണമെന്ന് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു പോലും ചെയ്തത്. അപ്പം അതേപോലെ തന്നെയാണ് ഈ ടാക്സിൻ്റെ പേഴ്സ്പെക്റ്റീവിലോട്ട് ഇനി നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ടാക്സിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ വരുമ്പം നമ്മുടെ 2 രാജ്യത്തും 2 തരത്തിലുള്ള നിയമങ്ങളായിരിക്കും. ഇപ്പോൾ ഇൻ്റർനാഷണൽ ഡബിൾ ടാക്സേഷനാണ് നമ്മുടെ ഫോറിൻ കൺട്രി ജോലി ചെയ്യുന്ന ആൾ പക്ഷേ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരാൾ, അങ്ങനത്തെ പെർസ്പെക്റ്റീവ് വേണം ചിന്തിക്കാൻ. അപ്പോൾ ഇവർ ഒന്ന് ആലോചിച്ച് നോക്കി, 2 പേരും ഇങ്ങനെ ഡബിൾ ടാക്സേഷൻ ഇഷ്യൂ വരും. പക്ഷേ 2 കൺട്രിയിലും 2 തരത്തിലുള്ള റൂൾസും റെഗുലേഷൻസും നിലനിൽക്കുമ്പോൾ അങ്ങനെ ചുമ്മാ ഒരു റിട്ടൺ ഡോക്യുമെൻറ്റോ അതിനൊരു തക്കതായ എവിഡൻസോ ഒന്നുമില്ലാതെ ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ അത് മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി ഡബിൾ ടാക്സേഷൻ്റെ എഫക്റ്റുകൾ അങ്ങനെ മാറ്റി റിലീഫും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ട്രീറ്റിയിൽ എൻട്രി ചെയ്യാനായിട്ട് തുടങ്ങി. എന്താണ് ട്രീറ്റി? റിട്ടൺ ആയിട്ടുള്ള ലീഗലായിട്ടുള്ള ഡോക്യുമെൻ്റാണ്, അല്ലെങ്കിൽ അതിനുള്ളൊരു സെറ്റപ്പാണ്. ഇങ്ങനെ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണ്. അതിന് നമ്മൾ കൺവെൻഷൻസ് എന്ന് പറയാം, പ്രോട്ടോകോൾസ് എന്ന് പറയാം, അല്ലെങ്കിൽ ട്രീറ്റീസ് എന്നൊക്കെ പറയാം. അപ്പോൾ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റി ആകുമ്പോൾ ഒരു ടാക്സ് ട്രീറ്റീസാണ്. അതിന് പറയുന്ന വേറൊരു പേരാണ് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെൻറ്റ്.
ഇതെന്തിനാണ് ഏർപ്പെടുന്നതെന്ന് വെച്ചാൽ ഡബിൾ ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട് അത് അവോയ്ഡൻസ് കൊണ്ടുവരാൻ, റിലീഫ് കൊണ്ടുവരാൻ, ഡോഗി ടേംസിനെ കുറിച്ചൊക്കെ നമ്മൾ പിന്നെ അങ്ങോട്ട് പോകെ പഠിക്കും. അതിനു വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെൻറ്റ് കൊണ്ടുവരാം, ശരി, രണ്ട് രാജ്യങ്ങളുടെ ഗവൺമെൻറ് തമ്മിൽ ഏർപ്പെടാം എന്നൊക്കെ വെച്ചപ്പോഴാണ് വേറൊരു കാര്യം പ്രശ്നമായിട്ട് വന്നത്. ഇനി ഇത് എന്ത് നോക്കി ഇത് തയ്യാറാക്കും? ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കണമെങ്കിൽ അതിനൊരു മോഡൽ വേണം, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ വേണം, ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ, ഒരു ഫോർമാറ്റ് വേണം, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, അതിനെ എങ്ങനെ ഇൻറ്റർപ്രറ്റ് ചെയ്യണം, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. കാരണം അതൊന്നും ഇല്ലല്ലോ. 1939 കൺസെപ്റ്റ് വന്നെങ്കിലും ഇവിടെ ചിന്തിച്ചു തുടങ്ങിയെങ്കിലും അതുമായിട്ട് തക്കതായ ഒരു വലിയ അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു ഫോർമാറ്റോ ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുകയാണ് 1928 ഓൾറെഡി ഒരു ലീഗ് ഓഫ് നേഷൻസ് ഒരു കൺവെൻഷൻ ഇറക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും അത്ര അക്സെപ്റ്റഡ് ആയിരുന്നില്ല. പിന്നെ ലണ്ടൻ ഇറക്കി, മെക്സിക്കോ ഇറക്കി, അങ്ങനെ ഒരുപാട് പേര് ഇറക്കി. പക്ഷേ 1961 ഫോം ചെയ്ത ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ 1977 ആയപ്പം OECD മോഡൽ എന്ന് പറഞ്ഞ് ടാക്സ് കൺവെൻഷൻ പുറത്തിറക്കി. 1992 ഒക്കെ ആയപ്പോഴത്തേക്ക് അവരത് ഫോർമലി ഒഫീഷ്യലായിട്ട് പബ്ലിഷ്ഡൊക്കെ ചെയ്ത് ഒരു കൺവെൻഷൻ പുറത്തിറക്കി. അതുപോലെ ഒരുപാട് കൺവെൻഷൻസ് ഉണ്ട്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ മെക്സിക്കോ മോഡലുണ്ട്, അല്ലെങ്കിൽ മറ്റേ UN എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്, US എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്, OECD ഒരു മോഡലാണ്. പക്ഷെ ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള വളരെയധികം അട്രാക്റ്റഡ് ആയിട്ടുള്ള രണ്ട് മോഡലിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. OECD മോഡലും UN മോഡലും. OECD എന്ന് പറയും. അപ്പോൾ രണ്ടും തമ്മിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ മോഡലൊക്കെ ആണെങ്കിലും രണ്ടും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. OECD മോഡലിനെ കുറിച്ച് പറയുവാണെങ്കിൽ OECDയുടെ ഫുൾ ഫോം ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് 1961 എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ടായിരുന്നു. ഡെവലപ്ഡ് കൺട്രീസ് ആൾക്കാരായിരുന്നു അതിനകത്ത് മെമ്പേഴ്സ്. ഡെവലപ്ഡ് കൺട്രീസ് ആയിരുന്നു അതിനകത്ത് മെമ്പേഴ്സ്. ട്രീറ്റിയുടെ മോഡൽസാണ്. പക്ഷേ ഈ നമ്മുടെ OECD ഏറ്റവും കൂടുതൽ അഡ്വക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എംഫസൈസ് ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ റെസിഡൻസ് പ്രിൻസിപ്പിളിനെയാണ് അവർ ഏറ്റവും കൂടുതൽ അഡ്വക്കേറ്റ് ചെയ്യുന്നത്. എന്താണ് റെസിഡൻസ് പ്രിൻസിപ്പിൾ എന്നുള്ളത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് ഇനി നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പിന്നെ അതുപോലത്തെ വേറൊരു മോഡലാണ് UN മോഡൽ. UN മോഡൽ ഇതുപോലെ ഡെവലപ്ഡ് കൺട്രിയും ഡെവലപ്പിംഗ് കൺട്രിയും കൂടി തമ്മിലുള്ള ട്രീറ്റി മോഡലാണ് UN മോഡൽ എന്ന് പറയുന്നത്. 1980 ഡ്രാഫ്റ്റ് ചെയ്തത്. അതിൻ്റെ ഏറ്റവും വലിയ എയിം എന്ന് പറഞ്ഞാൽ ഡെവലപ്ഡ് കൺട്രീസിൽ നിന്ന് ഡെവലപ്പിംഗ് കൺട്രിയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഇവർ വെയിറ്റേജ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇവരെ ഫോക്കസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ സോഴ്സ് പ്രിൻസിപ്പിളാണ്. ഇവർ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യൻ നിലനിൽക്കുന്ന ട്രീറ്റുകളെല്ലാം തന്നെ മിക്കവാറും UN മോഡലിനെ ബേസ് ചെയ്തിട്ടുള്ള ട്രീറ്റുകളായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് DTA നിലവിൽ വരുവാണ്. നമ്മൾ കൊടുക്കാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോഴാണ് നമുക്ക് സ്ട്രക്ചർ ഇല്ല എന്ന് പറഞ്ഞു, അതിന് ഫോർമാറ്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ്ട് OECD മോഡലും UN മോഡലും വന്നു, സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ ആയി. ഇനിയും പറഞ്ഞേക്കുന്നൊരു കാര്യം ടൈപ്പ് ഓഫ് DTA. രണ്ട് തരത്തിലുള്ള നമ്മൾ എഗ്രിമെൻറ്റിൽ ഏർപ്പെടാൻ പറ്റും. ഒന്നെങ്കിൽ കോംപ്രിഹെൻസീവായിട്ട് ഏർപ്പെടാം, അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ട് ഏർപ്പെടാം. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ഇൻകത്തിനെ കുറിച്ചുള്ള എഗ്രിമെൻ്റ് ആയിരിക്കും. അത് മിക്കവാറും ഉണ്ടാകാൻ ചാൻസുള്ള എല്ലാ ഇൻകത്തിനെ കുറിച്ചും ഉണ്ടായിരിക്കും. പക്ഷേ ലിമിറ്റഡ് DTA എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാത്തിനെയും കുറിച്ചല്ല, സ്പെസിഫിക് ആയിട്ട് ഒന്നോ രണ്ടോ. ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇന്ത്യ പാകിസ്ഥാനിൽ ഇത് ടാക്സ് റേറ്റ് നിലനിൽക്കുന്നത് ഷിപ്പിംഗ് ആൻഡ് എയർക്രാഫ്റ്റ് പ്രോഫിറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. കോംപ്രിഹെൻസീവ് DTAയുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാനഡയുമായിട്ട് USA UK ഒക്കെ ഉള്ളത് തന്നെ നമ്മുടെ കോംപ്രിഹെൻസീവ് DTAs ആയിരിക്കും. ലിമിറ്റഡ് DTA എന്ന് പറഞ്ഞാൽ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ ഇൻകത്തിന് മേൽ. പാകിസ്ഥാനുമായിട്ടുള്ള നമ്മുടെ DTA ഓർത്ത മതി. അപ്പോൾ ടൈപ്സ് പറഞ്ഞു, അതിൻ്റെ എവിടുന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യും, എവിടുന്ന് ഫോർമാറ്റ് വരും. ഇതിൻ്റെ ടാക്സ് കൺവെൻഷൻസ് ഓർക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് കൺവെൻഷൻസ് ഓർത്താൽ മതി. നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ഫോർമാറ്റ് എവിടുന്ന്, അല്ലെങ്കിൽ നമ്മുടെ അതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് പ്രിൻസിപ്പിൾസിനെ ഫോക്കസ് ചെയ്താൽ നമ്മളത് ചെയ്യുന്നത്. ഓരോ കാര്യം ചെയ്യുമ്പോൾ അക്കൗണ്ടിങ് കൺവെൻഷൻസ് ഒക്കെ ഉണ്ട്. അതിനൊക്കെ ബേസ് ചെയ്തിട്ടല്ലേ അക്കൗണ്ടിങ്ങിൻ്റെ സകല കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ അത് ഓർത്താൽ മതി. അതാണ് ഈ മോഡൽസ് ഓഫ് ടാക്സ് കൺവെൻഷൻസ് എന്ന് പറഞ്ഞത്. ഇത് നമ്മുടെ ടെക്സ്റ്റിലില്ല, വേണമെങ്കിൽ നിങ്ങൾക്കത് നോട്ട് ചെയ്യാം. ഇനി ഈ DTAക്ക് ഇൻകം ടാക്സിൽ പ്രൊവിഷൻസ് ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് ഓഫ് 1961 3 സെക്ഷൻസ് ഇതിനെ ഡീൽ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ സെക്ഷനാണ് സെക്ഷൻ 90, രണ്ടാമത്തെ സെക്ഷൻ 90A, മൂന്നാമത്തെ സെക്ഷൻ 91. ഇങ്ങനെ 3 സെക്ഷൻസാണ്. 90യും 90Aയും ഒരു സെറ്റാണ്. അവരെ നമ്മൾ ബൈലാറ്ററൽ റിലീഫ് എന്ന് വിളിക്കും. 91നെ നമ്മൾ യൂണിലാറ്ററൽ റിലീഫ് എന്ന് വിളിക്കും. ഇനി ഓരോ സെക്ഷൻസും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 90യുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ
സെക്ഷൻ 90 ഡീൽ പറയുവാണ്, രണ്ട് രാജ്യങ്ങളുടെ ഗവൺമെൻറ് തമ്മിൽ എഗ്രിമെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ടെറിട്ടറികൾ തമ്മിൽ, സ്പെസിഫൈഡ് ടെറിട്ടറികൾ തമ്മിൽ എഗ്രിമെൻ്റ് ഉണ്ട്. അതെന്തിനാണ്, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ക്ലോസ് എന്തൊക്കെയാണ് ഡീറ്റെയിൽഡായിട്ട് പറയുവാണ്. അതിനകത്ത് പറഞ്ഞേക്കുന്ന ഒന്നാമത്തെ പോയിൻറ്റ്, ഗ്രാൻറ്റിങ് ഓഫ് റിലീഫ് കിട്ടാൻ വേണ്ടി. ഡബിൾ ടാക്സേഷൻ അടച്ചിട്ടുണ്ടെങ്കിൽ അതിന് റിലീഫ് കിട്ടാൻ വേണ്ടി. അതിനകത്ത് തന്നെ നമ്മൾ ഒരു ഇൻകത്തിന് രണ്ടിടത്ത് ഇൻകം ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്കൊരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട്, ആ ഒരു അടച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്ത് എക്സംഷൻസോ അങ്ങനെ ക്രെഡിറ്റുകളോ അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ടാക്സിന് ഇൻകം ടാക്സ് ചാർജ് ചെയ്തേക്കുന്നതിന് എന്തെങ്കിലും ഡിഡക്ഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ആയിരിക്കാം എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നത്. രണ്ടാമത്തെ കാര്യം, അവോയ്ഡൻസ്, എക്സംഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, ഇൻകത്തിൽ ടോട്ടൽ എക്സംഷൻസ് കിട്ടാൻ. ചിലപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല, പക്ഷെ നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ കാര്യം നിങ്ങൾക്ക് പിടികിട്ടും. ഇപ്പോൾ ഞാൻ വേണേൽ ഇപ്പം തന്നെ ഒന്ന് പറയാം. റിലീഫ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ടാക്സിൽ പേ ചെയ്ത ടാക്സിൽ നമുക്ക് ചെറിയ ഡിഡക്ഷൻ കിട്ടും. പക്ഷേ അവോയ്ഡൻസ് എന്ന് പറഞ്ഞാൽ ഇൻകത്തിലായിരിക്കും നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അവോയ്ഡൻസിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. എനിക്ക് ഇന്ത്യയിൽ നിന്ന് 80,000 രൂപയുടെ ഇൻകമുണ്ട്, ഫോറിൻ കൺട്രിയിൽ നിന്ന് എനിക്ക് 20,000 രൂപയുടെ ഇൻകം ഉണ്ട്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എനിക്ക് 80-20 വിട്ട് വേറൊരു പരിപാടിയില്ല എന്നല്ലേ. അതെ, കണക്ക് കൂട്ടാൻ എളുപ്പമായതുകൊണ്ട് ഞാൻ ഇതേ എക്സാമ്പിൾ വീണ്ടും പറയുന്നത്. അപ്പോൾ എനിക്ക് ഇന്ത്യയിൽ നിന്ന് 80,000 രൂപയുടെ ഒരെണ്ണമുണ്ട്, ഒരു ഇൻകം ഉണ്ട്. ഫോറിൻ കൺട്രിയിൽ നിന്ന് എനിക്ക് 20,000 രൂപയുടെ ഇൻകം ഉണ്ട്. അപ്പം ഞാൻ ഇന്ത്യൻ റെസിഡൻ്റ് ആയതുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഞാൻ രണ്ട് ഇൻകത്തിനും ടാക്സ് അടയ്ക്കണമല്ലോ. നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ റെസിഡൻസ് റൂളും സോഴ്സ് റൂളും ഒക്കെ പറഞ്ഞപ്പോഴേക്കും നമ്മളത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞതാണ്. സോ ഇവിടെ വരുമ്പോൾ ഞാൻ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 80,000 + 20,000 1 lakh എന്നാവും എൻ്റെ ടോട്ടൽ ഇൻകം. പക്ഷെ ഞാൻ ആ ഫോറിൻ ഇൻകത്തിന് ഓൾറെഡി എൻ്റെ ആ കൺട്രിയിൽ ഞാൻ ടാക്സ് അടച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇവിടെ വന്ന് പിന്നെയും ടാക്സ് അടച്ചാൽ എന്താണ്, നഷ്ടമാണ്. അപ്പോൾ ഈ എഗ്രിമെൻറ്റ് പ്രകാരം ഒരു പറഞ്ഞേക്കാണ്, ഒരു കാര്യം ഈ മെത്തേഡിലാണ് എൻ്റെ റിലീഫ് വരുന്നുണ്ടെങ്കിൽ, മെത്തേഡ് ഓഫ് റിലീഫൊക്കെ നമ്മൾ പഠിക്കും, ഒന്നും പേടിക്കേണ്ട. ആണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ അടച്ച 20,000 രൂപ എൻ്റെ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഇവിടുന്ന് എക്സംപ്റ്റ് ചെയ്ത് മാറ്റിക്കോ, എന്നിട്ട് ബാക്കിയുള്ളതിന് ഞാൻ ടാക്സ് ചെയ്താൽ മതി. അതിനും കുറേ മെത്തേഡ്സ് ഉണ്ട്, അത് നമുക്ക് ഡീൽ ചെയ്യാം. പക്ഷേ ഗ്രാൻറ്റിങ് ഓഫ് റിലീഫിനകത്ത് പറഞ്ഞതാണ്, ഞാൻ രണ്ട് കൺട്രിയിലും ടാക്സ് അടയ്ക്കും. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് എൻ്റെ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്തതിന് ശേഷം അതിനകത്തുനിന്ന് എനിക്ക് ചെറിയ ടാക്സ് എമൗണ്ടിൽ ഡിഡക്ഷൻ കിട്ടും. ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. മറ്റേ അവോയ്ഡൻസിനകത്ത് പറഞ്ഞത് ഇൻകത്തിൽ ഡിഡക്ഷൻ കിട്ടുമെന്നും, രണ്ടാമത്തെ റിലീഫിൽ പറഞ്ഞത് ഞാൻ കമ്പ്യൂട്ട് ചെയ്തതിൻ്റെ ടാക്സ് എമൗണ്ടിൽ ഡിഡക്ഷൻ കിട്ടും എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ മെത്തേഡ് അങ്ങോട്ട് പോകുമ്പോൾ ചെയ്യാനുണ്ട്, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ അത് ക്ലിയർ ആവും. പിന്നെ തേർഡ് പോയിന്റ് പറഞ്ഞ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ എന്നാണ്. എന്തെങ്കിലും ഇൻഫർമേഷൻസ് അറിയാനുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. സീക്രട്ടായിട്ടുള്ള ഇൻഫർമേഷൻ അറിയാനുണ്ടായിരിക്കാം. അപ്പോൾ ആ എമൗണ്ടിൽ ആ സീക്രട്ടായിട്ടുള്ള ഇൻഫർമേഷൻ അറിയാനുണ്ടെങ്കിൽ ഒരു ഗവൺമെൻറ് കളക്ട് ചെയ്ത് മറ്റേ ഗവൺമെൻറ് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കാം. ടാക്സ് ഇവോഷൻ നടക്കുമ്പോഴോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ പറഞ്ഞൊരു കാര്യം, റിക്കവറി ഓഫ് ഇൻകം ടാക്സ്. ആരെല്ലാം ടാക്സ് വെട്ടിപ്പ് നടത്തിയിട്ടൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ലൈവ് എക്സാമ്പിളുണ്ട്, നമ്മുടെ വിജയമല്യ അറിയാമല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്തോണം. അപ്പോൾ റിക്കവറി ഓഫ് ഇൻകം ടാക്സ്, അങ്ങനെ ടാക്സ് വെട്ടിപ്പൊക്കെ നടത്തിയിട്ട് പോകുകയാണെങ്കിൽ അങ്ങനെ റിക്കവർ ചെയ്യാനായിട്ടുള്ള ഹെൽപ്പ്. ഇത്രയും കാര്യങ്ങളാണ്. ഇതിനായിരിക്കും മിക്കവാറും നമ്മൾ എഗ്രിമെൻറ്റ് വെക്കുന്നത്. എന്തിനാണ് രണ്ട് ഗവൺമെൻറ് അങ്ങോട്ടും ഇങ്ങോട്ടും DTW എഗ്രിമെൻറ്റ് വെക്കുന്നതെന്ന് ചോദിച്ചാലും സെയിം ആൻസർ നമുക്ക് എഴുതാനായിട്ട് പറ്റും. പിന്നെ അതിനകത്ത് പറഞ്ഞ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഉള്ള അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ DTW നിലവിൽ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇൻകം ടാക്സ് ലോസ് ഉണ്ടല്ലോ, നമ്മുടെ ഡൊമസ്റ്റിക് ലോസ് ഉണ്ട്. അതുകൂടാതെ രണ്ട് കൺട്രി തമ്മിലുള്ള ഡബിൾ ടാക്സേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ എഗ്രിമെൻറ്റിൽ ഏർപ്പെടും. DTW എന്ന് പറഞ്ഞൊരു എഗ്രിമെൻറ്റിൽ നമ്മൾ ഏർപ്പെടാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനി ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾക്ക് DTWയിലെ പ്രൊവിഷൻസിനേക്കാളും നമുക്ക് ബെനിഫിഷ്യലായിട്ട് തോന്നുന്നത് നമ്മുടെ ഡൊമസ്റ്റിക് ലോസ് ആയിരിക്കും. നമ്മുടെ ഇൻകം ടാക്സിനകത്താണെങ്കിൽ ആ പ്രൊവിഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ബെനിഫിറ്റ് കിട്ടുന്നതിന് വരെ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് സെക്കൻഡ് പോയിൻറ്റ്. വലിയ കാര്യമായിട്ടൊന്നും ചിന്തിക്കേണ്ട. DTWയേക്കാളും കുറച്ചുകൂടെ ബെനിഫിറ്റായിട്ടുള്ള ലോസ് നമ്മുടെ ഡൊമസ്റ്റിക്കിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടി അത് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള കാര്യം. പക്ഷേ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചോണം, DTW ആയിരിക്കും എപ്പോഴും നമ്മുടെ ഡൊമസ്റ്റിക് ലോസിനെ ഓവർ റൈഡ് ചെയ്തിരിക്കുന്നത്. അതിനായിരിക്കും എപ്പോഴും മുൻഗണന. പിന്നെ പറഞ്ഞേക്കുന്നത് 2A എന്ന് പറഞ്ഞ പോയിൻറ്റ് അമെൻമെൻറ്റ് നടത്തി വന്ന പോയിൻ്റാണ്. അതിനകത്ത് പറഞ്ഞേക്കുന്നത്, ഇപ്പം നമ്മൾ സബ്സെക്ഷൻ 2-നകത്ത് ഇപ്പോൾ എന്തോ പറഞ്ഞേ, നമുക്ക് ആ ലോസും പ്രൊവിഷൻസും ഒക്കെ നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ നമ്മുടെ 2A എന്ന് പറഞ്ഞ പോയിൻ്റ് പറയുവാണ്, ഇൻ കേസ് നിങ്ങൾക്കത് ബെനിഫിറ്റ് ആണെങ്കിലും ചില സർക്കംസ്റ്റാൻസസിൽ അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പകരം പ്രൊവിഷൻസ് ഓഫ് ചാപ്റ്റർ 10A നിലവിൽ വരും. പ്രൊവിഷൻസ് ഓഫ് ചാപ്റ്റർ
10A നിലവിൽ വരും. എന്താണ് പ്രൊവിഷൻസ് ഓഫ് ചാപ്റ്റർ 10A? അത് 2007 മറ്റോ വോഡാഫോണും ഇന്ത്യ ഗവൺമെൻറ്റും കൂടെ ഒരു വലിയ തർക്കം ഉണ്ടായിരുന്നു. അത് എന്താണെന്ന് പറഞ്ഞാൽ കേസിൻ്റെ സാരാംശം എന്ന് പറഞ്ഞാൽ വോഡാഫോണിന് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കയറണമായിരുന്നു. അപ്പോൾ HSR എന്ന് പറഞ്ഞൊരു കമ്പനി ഒരു സബ്സിഡറി കമ്പനിയാണ്, ഒരു ഫോറിൻ കമ്പനിയുടെ സബ്സിഡറി കമ്പനിയാണ്, ഇന്ത്യയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് മേടിച്ചിട്ട് കയറാം എന്നാണ് വോഡഫോൺ പ്ലാൻ ചെയ്തത്. പക്ഷേ അതിനകത്തൊരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ അവരപ്പോൾ ചിന്തിച്ചപ്പോൾ മനസ്സിലായി വലിയൊരു ക്യാപിറ്റൽ ഗെയിൻ ഒക്കെ നടക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും, ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുമെന്ന് മനസ്സിലാക്കിയിട്ട് വോഡഫോണും ഈ അതിൻ്റെ മെയിൻ ഫോറിൻ കമ്പനിയുടെ പ്ലാൻ ചെയ്ത് ഇവർക്കൊരു ഇൻ്റർമീഡിയറ്റ് കമ്പനി ഉണ്ടായിരുന്നു ഹച്ചിന്, മൗറിഷ്യസ് ഐലൻഡിൽ പോയിട്ട് അത് മേടിച്ചു. ഈ ഇന്ത്യയിലെ ഹച്ചിൻ്റെ മെജോറിറ്റി ഷെയർ ഹോൾഡ് ചെയ്യുന്ന മൗറിഷ്യസിലുള്ള ഒരു CGP ഹോൾഡിങ്സോ അങ്ങനെ എന്തോ ഒരു കമ്പനി ഇവർ പോയി പർച്ചേസ് ചെയ്തു. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് നോക്കിയപ്പം ഈ ഇന്ത്യയിലെ അസറ്റാണ് ട്രാൻസ്ഫർ ആയിരിക്കുന്നത്. അപ്പോൾ അവർ ചെന്നിട്ട് അവരോട് ആവശ്യപ്പെട്ടു ടാക്സ് അടയ്ക്കണം എന്നാവശ്യപ്പെട്ടു. പക്ഷെ ഇവർ ഇപ്പോൾ തിരിച്ചു ചോദിച്ചു, ഇന്ത്യയിൽ ഒന്നും തന്നെ ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടില്ല, ഞങ്ങൾ പർച്ചേസ് ചെയ്തത് എല്ലാം ഈ ട്രാൻസാക്ഷൻസ് മുഴുവൻ നടന്നത് എവിടെയാണ്, ഔട്ട്സൈഡ് ഇന്ത്യയാണ്, പിന്നെ എന്ത് ബേസിസിലാണ് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതെന്ന് അവർ തിരിച്ചു ചോദിച്ചു. അങ്ങനെ പ്രശ്നമുണ്ടായി, കേസായി കോടതി വിധി വന്നപ്പം ഇന്ത്യ ഗവൺമെൻറ് തോറ്റുപോയി. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഡെവലപ്പ് ചെയ്തെടുത്തൊരു റൂളാണ് നമ്മുടെ ചാപ്റ്റർ 10A പ്രൊവിഷൻസിനകത്ത് അതിൻ്റെ പ്രൊവിഷൻസാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ചാപ്റ്റർ 10A റൂൾസിന് പറയുന്നതാണ് ജനറൽ ആൻറ്റി അവോയ്ഡൻസ് റൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സിന് പവർ കൊടുക്കുകയാണ്. ചില എഗ്രിമെൻറ്റ് കാണുമ്പോൾ ചില ട്രാൻസാക്ഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുവാണ് ഇത് മനഃപൂർവ്വം ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ നോക്കുമ്പം അവരുടെ ഇൻറ്റൻഷൻ ശരിയല്ല, തക്കതായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഇല്ല, പിന്നെ ആംലെങ്ത് പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ആംലെങ്ത് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേറ്റഡ് പാർട്ടിക്ക് കൊടുക്കുന്ന പ്രൈസിൽ തന്നെയാണ് നമ്മൾ അറിയാത്ത ആൾക്കും കൊടുത്തേക്കുന്നത്. നമ്മൾ എവിടെയോ പഠിച്ചിട്ടുണ്ടല്ലേ, ആ പരിപാടിയാണ്. അതും വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ എഗ്രിമെൻറ്റിനെ ഇൻപെർമിസിബിൾ എഗ്രിമെൻ്റായിട്ട് വിധിക്കാനായിട്ട് നമ്മുടെ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സിന് റൈറ്റ് കൊടുക്കുന്ന പ്രൊവിഷൻസാണ് ചാപ്റ്റർ 10A പറയുന്നത്. ഗാർ റൂൾ, ജനറൽ ആൻറ്റി അവോയ്ഡൻസ് റൂൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുവാണ്, ചിലപ്പോൾ നിങ്ങളുടെ ബെനിഫിറ്റ് എന്നൊക്കെ പറഞ്ഞ് അത് യൂട്ടിലൈസ് ചെയ്യും, മറ്റേ ഡൊമസ്റ്റിക് ലോസോ അല്ലെങ്കിൽ നമ്മുടെ DAWT ഒക്കെ നിങ്ങൾ നോക്കുമായിരിക്കും. പക്ഷേ ചില സന്ദർഭങ്ങളിൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സിന് തോന്നുവാണല്ല ഇത് പെർമിസിബിൾ ആക്കി കൊടുക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് പ്രൊവിഷൻസ് ഓഫ് 10A അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് വേറൊരു പോയിൻറ്റ്. പിന്നെ പറഞ്ഞ തേർഡ് പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആക്റ്റിലും എഗ്രിമെൻറ്റിലും ഒക്കെ ഒരു ടേം കാണും. ആ ടേമിൻ്റെ അർത്ഥം അത്ര ഡിഫൈൻഡ് ആയിരിക്കത്തില്ല, എന്താണെന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ വേണമെങ്കിൽ അതത്ര ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിന് ഒഫീഷ്യൽ ഗസറ്റ് വഴി നോട്ടിഫിക്കേഷനൊക്കെ പബ്ലിഷ് ചെയ്തിട്ട് ഇതാണ് അതിൻ്റെ മീനിങ്, ഇതാണെന്ന് അവർക്ക് പറയാനായിട്ട് പറ്റും. ഇനി ഫോർത്ത് പോയിൻ്റിനകത്ത് പറഞ്ഞേക്കുന്നത്, ഒരു നോൺ റെസിഡൻറ്റ് ഇവിടെ വന്ന് DTAയിൽ നമ്മുടെ ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ ക്ലെയിംസ് മേടിക്കണം എന്നുണ്ടെങ്കിൽ അയാൾ എവിടുത്തെ റെസിഡൻ്റ് ആണെന്നുള്ളതിനൊരു സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടതായിട്ട് വരും. അതിനെക്കുറിച്ച് വലിയൊരു ഇതുണ്ട്, അത് കുറച്ചുകൂടി പോകുമ്പോൾ നമുക്ക് അങ്ങോട്ട് പറയാം, അത് അവസാനം എത്തുമ്പോൾ പറയും നമ്മൾ. അപ്പം നിങ്ങൾ അവിടുത്തെ റെസിഡൻ്റ് ആണെന്നുള്ളതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ കൊണ്ടുവന്ന് കാണിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇവിടുത്തെ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഫിഫ്ത്ത് പോയിൻ്റ് പറഞ്ഞേക്കുവാണ്, സർട്ടിഫിക്കറ്റ് മാത്രമായിരിക്കത്തില്ല, ചിലപ്പോൾ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സും ചോദിക്കും, ഇൻഫർമേഷൻ ചോദിക്കും, പ്രിസ്ക്രൈബ്ഡ് ആയിട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കൊണ്ട് ഇവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ മാത്രമേ എന്താവത്തുള്ളൂ, ഈ ക്ലെയിംസൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സെക്ഷൻ 90 ഡീൽ ചെയ്യുന്നത് രണ്ട് രാജ്യത്തെ ഗവൺമെൻറ്റുകൾ തമ്മിൽ എഗ്രിമെൻ്റ് ഉണ്ട്. സെക്ഷൻ 90 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകം ടാക്സ് ലോയ്ക്കകത്തുള്ള ഒരു സെക്ഷനാണ്. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിന് ഫോറിൻ കൺട്രിയുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ട്. അത് എന്തിനൊക്കെയാണെന്നുള്ളത് ആദ്യം പറഞ്ഞു, എന്നിട്ടുള്ള ഡിഫറെൻറ്റ് പ്രൊവിഷൻസ് പിന്നെ നമ്മൾ പറഞ്ഞു. ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് വരെ യൂട്ടിലൈസ് ചെയ്യാം, പക്ഷേ ചിലപ്പോൾ സമയത്ത് നമ്മുടെ ഗാറ് വരും. പിന്നെ മീനിങ് ഒന്നും മനസ്സിലായില്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വഴി അവർക്ക് പുറത്തു വിടാം. നമ്മുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുക്കണം. ഒരു റെസിഡൻ്റ് ആണ്, ഏത് രാജ്യത്തെ റെസിഡൻ്റ് ആണോ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുത്താൽ മാത്രമേ ഈ എഗ്രിമെൻറ്റിൻ്റെ കീഴിൽ ബെനിഫിറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ചിലപ്പം സർട്ടിഫിക്കറ്റ് മാത്രമായിരിക്കത്തില്ല, ഡോക്യുമെൻറ്റ്സും ഇൻഫർമേഷൻസും ഒക്കെ തന്നെ കൊടുക്കേണ്ടതായിട്ട്
വരും എന്നാണ് സെക്ഷൻ 90 പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ പറഞ്ഞ സെക്ഷൻ 90A ആണ്. സെക്ഷൻ 90A എന്താ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ സ്പെസിഫൈഡ് അസോസിയേഷൻ. എന്താന്ന് പറഞ്ഞാൽ സെക്ഷൻ 90 നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, ആരൊക്കെ തമ്മിലുള്ള എഗ്രിമെൻറ്റാണ്? ഒരു രാജ്യത്തെ ഗവൺമെൻറ്റും വേറൊരു രാജ്യത്തെ ഗവൺമെൻറ്റും. പക്ഷേ സെക്ഷൻ 90A പറയുന്നത് രണ്ട് രാജ്യത്തെ ഗവൺമെൻറ് അല്ല, പക്ഷേ രണ്ട് രാജ്യത്തെ സ്പെസിഫൈഡ് അസോസിയേഷനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഗവൺമെൻറ് ഏറ്റെടുത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ സെക്ഷൻസ്, അതിൻ്റെ പ്രൊവിഷൻസ് എല്ലാം തന്നെ സെക്ഷൻ 90 നമ്മൾ ഡീൽ ചെയ്ത മുഴുവൻ കാര്യങ്ങൾ തന്നെയാണ് സെക്ഷൻ 90Aയിലും പറയാനുള്ള പ്രൊവിഷൻസ്. ഒരു വ്യത്യാസമില്ല. ആകെ വ്യത്യാസം എഗ്രിമെൻറ്റ് തമ്മിലുള്ള ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളത്. 1-2 ഗവൺമെൻറ് ആണെങ്കിൽ 1-2 സ്പെസിഫൈഡ് അസോസിയേഷൻസ് ആണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, സ്പെസിഫൈഡ് ടെറിട്ടറി എന്ന് പറഞ്ഞ ടേം നമ്മൾ കണ്ടു. വെച്ചാൽ അത് ഔട്ട്സൈഡ് ഇന്ത്യയുടെ പുറത്തുള്ള സ്ഥലമായിരിക്കും, അത് നോട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. നോട്ടിഫൈഡ് ആയിട്ടുള്ള പ്ലേസസ് ആണ്. സ്പെസിഫൈഡ് ടെറിട്ടറി എന്ന് പറഞ്ഞ് നോട്ടിഫൈ ചെയ്ത് വെച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് സ്പെസിഫൈഡ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനത്തെ സംഭവങ്ങൾ തന്നെയാണ്. പക്ഷേ അതും സ്പെസിഫൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത്രയും ഇതേ ഉള്ളൂ. അതിനകത്ത് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. പ്രൊവിഷൻസ് രണ്ടും മനസ്സിലായിന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു നമ്മൾ എന്തിനാണ് എഗ്രിമെൻറ്റിലോട്ട് എൻ്റർ ചെയ്യുന്നത്. അതിന് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് റിലീഫ് കിട്ടാനായിട്ട്, പിന്നെ ഒന്ന് അവോയ്ഡൻസ് കിട്ടാനായിട്ട്. നമ്മൾ ചിലത് ടാക്സിൽ കിട്ടുമെന്നും ചിലത് ഇൻകത്തിൽ കിട്ടുമെന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. ആ പരിപാടിയാണ് ഇനി നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പറയാൻ പോകുന്നത്. മെത്തേഡ്സ് ഓഫ് റിലീഫ്. എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് റിലീഫ് കിട്ടുന്നത്? ശരി, എഗ്രിമെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് ആ റിലീഫ് കിട്ടുന്നത് എന്നുള്ളതാണ് അടുത്തതിനകത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. മെത്തേഡ്സ് ഓഫ് റിലീഫ്. അതിനകത്ത് ഒന്നാമത്തെ 2 മെത്തേഡാണ് മെയിനായിട്ടുള്ളത്. എക്സംഷൻ മെത്തേഡ്, സെക്കൻഡ് മെത്തേഡ് ഇസ് ക്രെഡിറ്റ് മെത്തേഡ്. എക്സംഷൻ മെത്തേഡിന് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഫുൾ എക്സംഷൻ മെത്തേഡ്, സെക്കൻഡ് വൺ ഇസ് എക്സംഷൻ വിത്ത് പ്രോഗ്രഷൻ മെത്തേഡ്. എക്സെപ്ഷൻ മെത്തേഡിന് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് ഇൻകം എന്ന കൺസെപ്റ്റിനാണ്. ഇൻകം എന്ന് ഞാൻ ഒന്നുകൂടെ എക്സാമ്പിൾ, നമ്മുടെ 80,000 എക്സാമ്പിൾ എടുത്തുകൊണ്ട് വരുവാണ്. എനിക്ക് ഇന്ത്യയിൽ നിന്ന് 80,000 രൂപയുടെ ഇൻകം ഉണ്ട്, കാനഡയിൽ നിന്ന് 20,000 രൂപയുടെ ഇൻകം ഉണ്ട്. അപ്പോൾ ഞാൻ കാനഡയിൽ അതിന് ടാക്സും അടച്ചിട്ടുണ്ട്. അപ്പോൾ എക്സംഷൻ മെത്തേഡ് പറഞ്ഞത് നീ 2 ടാക്സ് അടയ്ക്കണ്ട. 2 ടാക്സ് അടച്ചു ഞാൻ ഓൾറെഡി. ഞാൻ 2 ടാക്സ് അപ്പോൾ അവർ പറയുകയാണ് അങ്ങനെയല്ല, നീ ആണെങ്കിൽ ഒരു ഇൻകം എക്സംപ്റ്റ് ചെയ്തെടുക്കാം. റെസിഡൻറ്റ് കൺട്രി വരുമ്പോൾ ഒരു ഇൻകത്തിന് എനിക്ക് എക്സംഷൻ മേടിക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ 20,000 രൂപയ്ക്ക് കാനഡയിൽ ടാക്സ് അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ വന്ന് ഞാൻ എൻ്റെ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 80,000 + 20,000 = 1 lakh എന്നാണ് ഇവിടെ വരുമ്പോൾ എൻ്റെ ടോട്ടൽ ഇൻകം. പക്ഷേ അതിനകത്തുനിന്ന് 20,000 രൂപയ്ക്ക് ഞാൻ കാനഡയിൽ ടാക്സ് അടച്ചതുകൊണ്ട് 1 lakh - 20,000 എന്നാക്കി 80,000 ഞാൻ ടാക്സ് അടച്ചാൽ മതി. പക്ഷേ ഈ എക്സംഷൻ മെത്തേഡിനകത്തും 2 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്നാമത്തെ ഫുൾ എക്സംഷൻ, രണ്ടാമത്തെ എക്സംഷൻ വിത്ത് പ്രോഗ്രഷൻ. ഫുൾ എക്സംഷൻ സിമ്പിളാണ്. ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് ഫുൾ എക്സംഷൻ. നമുക്ക് എന്നാലും ഒരു എക്സാമ്പിൾ നോക്കാം. മിസ്റ്റർ എ റെസിഡൻറ്റ് ഓഫ് സ്റ്റേറ്റ് ആർ ഏൺസ് ഇൻകം ഫ്രം സ്റ്റേറ്റ് എസ്. അപ്പം എ എന്ന് പറഞ്ഞ ആൾ റെസിഡൻ്റ് ആയിട്ടിരിക്കുന്നത് സ്റ്റേറ്റ് ആറിലാണ്. സ്റ്റേറ്റ് എസ് ഒരു ഫോറിൻ കൺട്രിയാണ്. അപ്പോൾ സ്റ്റേറ്റ് ആറിൽ അയാൾക്ക് 80,000 രൂപയുടെ ഇൻകം ഉണ്ട്, സ്റ്റേറ്റ് എസ്സിൽ അയാൾക്ക് 20,000 രൂപയുടെ ഇൻകം ഉണ്ട്. സ്റ്റേറ്റ് ആറിലെ നിയമപ്രകാരം 80,000 രൂപയ്ക്ക് 30% ടാക്സ് അടയ്ക്കണം, 1,00,000 രൂപയ്ക്ക് 35% ടാക്സ് അടയ്ക്കണം. സ്റ്റേറ്റ് എസ്സിൽ 20,000 രൂപയ്ക്ക് അയാൾ 20% ടാക്സാണ് അടയ്ക്കേണ്ടത്. ഇപ്പോൾ കമ്പ്യൂട്ടേഷൻ നോക്കാം. ടാക്സ് ലൈബിലിറ്റി ഓഫ് മിസ്റ്റർ എ വിത്തൗട്ട് റിലീഫ്. ആദ്യത്തെ കമ്പ്യൂട്ടേഷൻ കാണിച്ചേക്കുന്നത് റിലീഫ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ എങ്ങനെയാണ് ടാക്സ് ലൈബിലിറ്റി വരുന്നത് നോക്കാം. അപ്പോൾ ശരി, സ്റ്റേറ്റ് 6 2 ഇൻകം ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് റെസിഡൻറ്റ് കൺട്രിയിൽ നിന്നുണ്ട്, മറ്റേത് സോഴ്സ് കൺട്രി വേറെ ഫോറിൻ കൺട്രിയിൽ നിന്നും ഉണ്ട്. അപ്പോൾ സ്റ്റേറ്റ് 6 അയാളുടെ സ്വന്തം കൺട്രിയിൽ വന്നപ്പം 80,000, ഫോറിനിൽ നിന്ന് അയാൾ ഏൺ ചെയ്ത് 20,000. അപ്പോൾ 1,00,000 രൂപയ്ക്ക് എത്രയായിരുന്നു റേറ്റ്? 1,00,000 രൂപയ്ക്ക് സ്റ്റേറ്റ് 6 വരുമ്പോൾ 35%, 35% ടാക്സ് അടയ്ക്കണം. സോ 35,000. സ്റ്റേറ്റ് എസ്സിൽ ഓൾറെഡി അയാൾ 20,000 അവിടെ ഏൺ ചെയ്തപ്പം സോഴ്സ് റൂൾ പ്രകാരം 20% ടാക്സ് അടയ്ക്കണമായിരുന്നു, 4,000. അപ്പോൾ ഒരു റിലീഫും കിട്ടത്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അയാൾക്ക് വരുന്ന ടോട്ടൽ ടാക്സ് എന്ന് പറയുന്നത് 39,000 ആയിരുന്നു. പക്ഷേ അയാൾക്ക് 2 മെത്തേഡ് ഉണ്ടല്ലോ, ഒന്ന് എക്സംഷൻ മെത്തേഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് മെത്തേഡ്. എക്സംഷൻ മെത്തേഡിനകത്ത് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഫുൾ എക്സംഷൻ ആകാം അല്ലെങ്കിൽ പ്രോഗ്രഷൻ ആകാം. ഫുൾ എക്സംഷൻ മെത്തേഡ് ആണെങ്കിൽ
അയാൾ ഓൾറെഡി സ്റ്റേറ്റ് എസ്സിൽ 20,000 രൂപയ്ക്ക് ടാക്സ് അടച്ചതുകൊണ്ട് സ്റ്റേറ്റ് ആറിൽ വരുമ്പം ടോട്ടൽ ഇൻകമായ 1,00,000 നിന്ന് ആ 20,000 റുപ്പീസ് അയാൾക്ക് ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഇന്ത്യയിൽ നിന്ന് മാത്രം ഏൺ ചെയ്ത, അല്ലെങ്കിൽ സ്വന്തം റെസിഡൻറ്റ് കൺട്രിയിൽ നിന്ന് മാത്രം ഏൺ ചെയ്ത 80,000 റുപ്പീസിന് ടാക്സ് അടച്ചാൽ മതി. അപ്പോൾ കണ്ടോ, സ്റ്റേറ്റ് ആർ 1,00,000 മൈനസ് 20,000, 80,000 ഇൻറ്റു 30%, 24,000. സ്റ്റേറ്റ് എസ്സിൽ അപ്പം 20,000 ഓൾറെഡി നമ്മൾ ടാക്സ് അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വിത്ത് റിലീഫ് ആകുമ്പം 28,000 അടച്ചാൽ മതി. ഒരു റിലീഫും ഇല്ലായിരുന്നെങ്കിൽ എത്ര അടയ്ക്കണമായിരുന്നു? 39,000. അപ്പോൾ ടോട്ടൽ എത്ര രൂപയുടെ വ്യത്യാസം വന്നു? 11,000 റുപ്പീസിൻ്റെ വ്യത്യാസം അയാൾക്ക് വന്നു. ഒറ്റ കാര്യം ഓർത്താൽ മതി, ഞാൻ ഫോറിനിൽ എനിക്ക് പൈസ കിട്ടിയിട്ടുണ്ട്, ഞാൻ അവിടെ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ വന്ന് എനിക്ക് പിന്നെ ആ ഇൻകത്തിന് ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. ഓൺലി ഇന്ത്യയിൽ ഞാൻ ഉണ്ടാക്കുന്ന ഇൻകത്തിന് മാത്രം ടാക്സ് അടച്ചാൽ മതിയാവും. പക്ഷേ എക്സംഷൻ വിത്ത് പ്രോഗ്രഷൻ മെത്തേഡ് അങ്ങനെയല്ല, ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ഇവിടെ അവർ പറഞ്ഞേക്കുന്നൊരു നിബന്ധന, എക്സംഷൻ തരാം, ടാക്സ് ഫോറിൻ ഇൻകത്തിന് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ എക്സംഷൻ തരാം, പക്ഷേ ഒറ്റ കാര്യമേ ഉള്ളൂ, നീ ഫോറിൻ ഇൻകം കൂടെ കൊണ്ടുവന്ന് ഇന്ത്യയിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ടാക്സ് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ. അല്ലാതെ കുറച്ചു മുമ്പ് ചെയ്ത പോലെ ഇവിടെ എൻ്റെ ടോട്ടൽ ഇൻകം എനിക്ക് ഇന്ത്യയിൽ 80,000 രൂപയേ ഉള്ളൂ, 20,000 രൂപയ്ക്ക് ഞാൻ അവിടെ അടച്ചതുകൊണ്ട് പിന്നെ 80,000 രൂപയ്ക്ക് മാത്രമല്ല ടാക്സ് അടയ്ക്കേണ്ടത്, 80,000 രൂപയ്ക്ക് അടച്ചാൽ മതി. 20,000 രൂപയ്ക്ക് മൊത്തം 1,00,000 രൂപയ്ക്ക് അടയ്ക്കേണ്ട, ആകെ 80,000 രൂപയ്ക്ക് മാത്രം അടച്ചാൽ മതി. പക്ഷേ റേറ്റിൽ വ്യത്യാസം വരും. അതുകൊണ്ട് ഞാനത് ബോൾഡ് ചെയ്തിട്ടേക്കുന്നത്. ആ റേറ്റ് എങ്ങനെ വന്നെന്ന് വെച്ചാൽ അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഫോറിൻ ഇൻകം കൂടെ കൊണ്ടുവന്ന് വേണം, അതുകൂടെ ആഡ് ചെയ്തിട്ട് വേണം റേറ്റ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ടെന്ന്. അപ്പോൾ ഈ കണ്ടുപിടിച്ചേക്കുന്ന റേറ്റിന് പറയുന്ന പേരാണ് ആവറേജ് റേറ്റ് ഓഫ് ടാക്സ്, അല്ലെങ്കിൽ ഇന്ത്യൻ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയും. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ടോട്ടൽ ഇൻകം എടുക്കുക, അതിൻ്റെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു 100. ഈ ഒരു എക്സാമ്പിളിനകത്ത് സെയിം എമൗണ്ട് തന്നെ വരത്തുള്ളൂ, നിങ്ങൾക്ക് അത് വലിയ ഡിഫറൻസ് ഒന്നും തോന്നത്തില്ല. പക്ഷേ വേറെ നമ്മുടെ ഇലിസ്ട്രേഷനൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പം ഇവിടെ എക്സംഷൻ വിത്ത് പ്രോഗ്രഷൻ മെത്തേഡ് ആണെങ്കിൽ ഇപ്പം ഞാൻ തന്നെ ഇന്ത്യയിൽ നിന്ന് എനിക്ക് 80,000 രൂപ ഉണ്ടായിരുന്നു, കാനഡയിൽ നിന്ന് 20,000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ, എക്സംഷൻ വിത്ത് പ്രോഗ്രഷൻ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എൻ്റെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യും. ഇൻകം ഫ്രം ഇന്ത്യ ഇസ് ഈക്വൽസ് ടു 80,000, ഇൻകം ഫ്രം ഫോറിൻ കൺട്രി 20,000, ടോട്ടൽ ഓഫ് 1,00,000. എന്നിട്ട് അവർ പറഞ്ഞു, എക്സംഷൻ വിത്ത് പ്രോഗ്രഷൻ മെത്തേഡിൽ എക്സംഷൻ തരാം, 80,000 രൂപയ്ക്ക് ഇന്ത്യയിൽ നിന്നുണ്ടാക്കിയ പൈസയ്ക്ക് മാത്രം ടാക്സ് അടച്ചാൽ മതി. പക്ഷേ അറ്റ് ദ റേറ്റ് എന്ന് പറയുന്നത് ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് അല്ലെങ്കിൽ ഇന്ത്യൻ റേറ്റ് ഓഫ് ടാക്സ് വെച്ച് വേണം നിങ്ങൾ കാണാമെന്ന് പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഈ ആവറേജ് റേറ്റ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ സ്ലൈഡിൽ നോക്കുമ്പോൾ അറിയാം, ഞാൻ അതിനകത്ത് മറ്റേ നോട്ടെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ 1,00,000, ആ ടോട്ടൽ ഇൻകത്തിന് ഞാൻ ഇന്ത്യയിൽ എത്ര പെർസെൻറ്റേജ് ഇട്ടായിരുന്നു ടാക്സ് കൊടുക്കേണ്ടിയിരുന്നത്? നമ്മുടെ എക്സാമ്പിളിൽ കണ്ട 35%. അങ്ങനെയാണെങ്കിൽ അതാണ് എൻ്റെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി. ഒരു റിലീഫും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും രൂപ ഇന്ത്യയിൽ അടയ്ക്കണമായിരുന്നു അല്ലേ? ശരി, ഈ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ഡിവൈഡഡ് ബൈ എൻ്റെ ടോട്ടൽ ഇൻകം ഇൻറ്റു 100 ചെയ്യുന്ന റേറ്റ്. അപ്പം ഇവിടെ നോക്കുവാണെങ്കിൽ 35,000 ഡിവൈഡ് ബൈ 1,00,000 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 35% തന്നെയാണ്. കുറച്ചുകൂടെ ഇത് ഞാൻ സെസ് ഒന്നും ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല, സെസ്സൊക്കെ ആഡ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കണ്ടെന്ന് ഓർത്തിട്ടാണ് ആഡ് ചെയ്യാത്തത്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഇലിസ്ട്രേഷനിലോട്ടൊക്കെ വരുമ്പോൾ നമുക്കൊന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ആവറേജ് റേറ്റ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു 100 ചെയ്താൽ മതി, 35%. എന്നിട്ട് ആ ആവറേജ് റേറ്റിൽ ഞാൻ എൻ്റെ ഇന്ത്യയിലുണ്ടാക്കിയ ഇൻകത്തിന് ടാക്സ് കാണും. അതാണ് എക്സംഷൻ വിത്ത് പ്രോഗ്രഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ആകെപ്പാടെ അതിനകത്ത് നമ്മുടെ ഇന്ത്യയിലുണ്ടാക്കിയ ഇൻകത്തിന് മാത്രം ടാക്സ് അടച്ചാൽ മതിയാകും. പക്ഷേ റേറ്റ് വ്യത്യാസമുണ്ട്. ആവറേജ് റേറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ റേറ്റിലാണ് അടയ്ക്കേണ്ടത്. ആ റേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ, എവിടെ നിന്നൊക്കെ ഇൻകം ഉണ്ടായിരുന്നോ അത് മുഴുവൻ എടുത്ത് ടോട്ടൽ ചെയ്യുക, അതുവരെ നമ്മുടെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുക, ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു 100 ചെയ്യുക. അതാണ് നമ്മുടെ ആവറേജ് ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് ആ റേറ്റ് ഇൻറ്റു നമ്മുടെ ഇന്ത്യയിൽ നിന്നുണ്ടാക്കിയ ഇൻകത്തിന് ടാക്സ് കൊടുക്കുക. അപ്പം നോക്കിയേ, ടാക്സ് ലയബിലിറ്റി സ്റ്റേറ്റ് ആറിന് 80,000 രൂപയുടെ 35% എങ്ങനെ വന്നാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ടോട്ടൽ ഓഫ് 28,000. പിന്നെ ഞാൻ സ്റ്റേറ്റ് എസ്സിൽ ഓൾറെഡി 20,000 20% അടച്ചിട്ടുണ്ട്, 4,000. ടോട്ടൽ എൻ്റെ ടാക്സ് എന്ന് പറയുമ്പോൾ 32,000. ഒരു റിലീഫും ഇല്ലായിരുന്നെങ്കിൽ 39,000 റുപ്പീസ് ഞാൻ അടയ്ക്കണമായിരുന്നു. സോ ടോട്ടൽ എനിക്ക് ടാക്സ് റിലീഫ് എത്ര കിട്ടി? ഇവിടെ എനിക്ക് 7,000 രൂപയുടെ വ്യത്യാസം വന്നു. മനസ്സിലായി
എന്ന് കരുതുവാണ്. നമ്മളിപ്പോൾ ഒരു മെത്തേഡേ പഠിച്ചുള്ളൂ, എക്സംഷൻ മെത്തേഡ്. അതിനകത്ത് തന്നെ 2 ക്ലാസിഫിക്കേഷനുണ്ട്. ഫുൾ എക്സംഷനുണ്ട്, എക്സംഷൻ വിത്ത് പ്രോഗ്രഷനുണ്ട്. ഫുൾ എക്സംഷൻ ആണെങ്കിൽ ഞാൻ ഫോറിൻ കൺട്രിയിൽ അവിടുത്തെ എമൗണ്ട്, അവിടെ എനിക്ക് കിട്ടിയ ഇൻകത്തിന് ടാക്സ് അടച്ചെന്നുണ്ടെങ്കിൽ ആ ഇൻകം എൻ്റെ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കാം. ടോട്ടൽ ഇൻകം എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുന്നത് എപ്പോഴും ഓർത്തോണം. എനിക്ക് റെസിഡൻറ്റിനെ സംബന്ധിച്ച് എവിടെ നിന്നെല്ലാം ഇൻകം ഉണ്ടോ, കാനഡയിൽ നിന്നുണ്ടോ, UK നിന്നുണ്ടോ, ഇന്ത്യയിൽ നിന്നുണ്ടോ, റെസിഡൻറ്റ് കൺട്രിയിൽ നിന്നുണ്ടോ, ഒന്നും ഒരു ബാധകമല്ല. എവിടെ നിന്നെല്ലാം ഉണ്ടോ അതെല്ലാം ഇവിടെ ടോട്ടൽ ഇൻകം. ആ ടോട്ടൽ ഇൻകത്തിന് ഏതൊക്കെ ഇൻകത്തിന് നമ്മൾ ടാക്സ് അടച്ചോ ആ ഇൻകം എല്ലാം ഡിഡക്റ്റ് ചെയ്യാം. പക്ഷേ എക്സംഷൻ വിത്ത് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസിഡൻറ്റ് കൺട്രിയിൽ നിന്ന് ഉണ്ടാക്കിയ ഇൻകത്തിന് മാത്രം അടച്ചാൽ മതി. പക്ഷേ ടാക്സ് റേറ്റ് വ്യത്യാസം വരും. ഈ ടാക്സ് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുഴുവൻ ഇൻകം എടുത്ത് ടോട്ടൽ ചെയ്ത് ടോട്ടൽ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കും. ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു 100. അപ്പോൾ ആവറേജ് റേറ്റ് കിട്ടും, അല്ലെങ്കിൽ ഇന്ത്യൻ റേറ്റ് ഓഫ് ടാക്സ് കിട്ടും. ഈ റേറ്റ് ഇട്ട് വേണം ഈ റേറ്റ് ഇൻറ്റു നമ്മുടെ ഡൊമസ്റ്റിക് ഇൻകം ചെയ്യുന്നതാണ് പ്രോഗ്രഷൻ മെത്തേഡിനകത്ത് പറഞ്ഞത്. അതാണ് ഒരു മെത്തേഡ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് മെത്തേഡ്. നമ്മൾ എക്സംഷൻ മെത്തേഡിനകത്ത് ഇൻകം എന്ന കൺസെപ്റ്റിനാണ് ഫോക്കസ് കൊടുത്തത്. കാരണം ഇൻകം വെച്ചുള്ള കളിയാണെങ്കിൽ ക്രെഡിറ്റ് മെത്തേഡ് അങ്ങനെയല്ല പറയുന്നത്. നിങ്ങൾ ഫോറിനിൽ 20,000 രൂപ ഉണ്ടാക്കി അതിന് 20% ടാക്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ കൊടുത്ത ടാക്സ് ഇപ്പം 20,000-ന് 20% ആകുമ്പം 4,000 അല്ലേ. അപ്പം നമ്മുടെ 4,000 രൂപ നിങ്ങൾ അവിടെ അടച്ചിട്ടുണ്ടെങ്കിൽ ആ 4,000 രൂപയാണ് ഇവിടെ നമുക്ക് ഡിഡക്ഷൻ കിട്ടാൻ പോകുന്നത്. അത് എന്തിൽ നിന്നാണ് കിട്ടാൻ പോകുന്നത്? ടോട്ടൽ ഇൻകത്തിൽ നിന്നല്ല, ടോട്ടൽ ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് ആ 4,000 രൂപയാണ് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനും രണ്ട് തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്നാമത്തെ ഫുൾ ക്രെഡിറ്റ്, രണ്ടാമത്തെ ഓർഡിനറി ക്രെഡിറ്റ്. ഫുൾ ക്രെഡിറ്റും ഓർഡിനറി ക്രെഡിറ്റും നമ്മുടെ പഴയ എക്സാമ്പിൾ തന്നെയാണ്, നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫുൾ ക്രെഡിറ്റ് മെത്തേഡ് ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത് വിചാരിച്ചാൽ, ഞാൻ എൻ്റെ സ്റ്റേറ്റ് 6-ൽ എനിക്ക് എത്ര ഉണ്ടായിരുന്നു? 80,000 രൂപ ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് എസ്സിൽ നിന്ന് എനിക്ക് എത്ര രൂപ കിട്ടിയായിരുന്നു ഇൻകമായിട്ട്? 20,000 രൂപ. 20% ടാക്സിന് ഓൾറെഡി അവിടെ അടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് 6-ൽ എൻ്റെ കമ്പ്യൂട്ടേഷൻ നടക്കുമ്പോൾ എൻ്റെ റെസിഡൻറ്റ് കൺട്രിയിൽ എൻ്റെ കമ്പ്യൂട്ടേഷൻ നടക്കുന്നുണ്ട്. അവർ എഴുതും ഇൻകം ഫ്രം ഇന്ത്യ 80,000, ഇൻകം ഫ്രം ഫോറിൻ കൺട്രി 20,000, സോ ടോട്ടൽ ഇൻകം 1 lakh. ടോട്ടൽ ഇൻകം 1 lakh. ശരി, ഇപ്പോൾ 1 lakh ഞാൻ ഇന്ത്യയിൽ 35% ടാക്സ് അടയ്ക്കണം. എൻ്റെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ഞാൻ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓൾറെഡി ടോട്ടൽ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിച്ചപ്പോൾ 35,000 എന്ന് വന്നു. ടോട്ടൽ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിച്ചു, അപ്പോൾ 35,000 എന്ന് വന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ ഫോറിൻ കൺട്രിയിൽ ഓൾറെഡി ഞാൻ ടാക്സ് അടച്ചിട്ടുണ്ട് 4,000 രൂപ. ആ 4,000 രൂപ എൻ്റെ ഇവിടുത്തെ ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഫുൾ ക്രെഡിറ്റ് മെത്തേഡ്. ഞാൻ അവിടെ എത്ര രൂപ ടാക്സ് അടച്ചോ ആ രൂപ എൻ്റെ റെസിഡൻറ്റ് കൺട്രിയിലെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. എക്സംഷൻ മെത്തേഡിൽ അങ്ങനെയായിരുന്നു. എൻ്റെ ഇൻകം അവിടെ എത്രയാണോ ആ ഇൻകം എൻ്റെ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറച്ചിട്ട് ബാക്കിയുള്ളതിന് ഞാൻ ടാക്സ് കണ്ടാൽ മതി. അല്ലെ സെക്കൻഡ് മെത്തേഡ് പറഞ്ഞപ്പം അവിടുന്ന് ആ ഇൻകം കൊണ്ടുവന്ന് വേണം റേറ്റ് കൺസിഡർ ചെയ്യാൻ. എന്നിട്ട് എൻ്റെ ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഇൻകത്തിന് മാത്രം ഞാൻ ടാക്സ് അടച്ചാൽ മതി. പക്ഷേ ക്രെഡിറ്റ് മെത്തേഡിനകത്ത് ഫുൾ ക്രെഡിറ്റ് മെത്തേഡ് പറയുകയാണ് ടോട്ടൽ ഇൻകം എടുത്ത് ടോട്ടൽ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യണം. അതിനുശേഷം നീ അവിടെ ഫോറിൻ കൺട്രിയിൽ അടച്ചിട്ട് ഉള്ള ടാക്സ് എമൗണ്ട് എത്രയാണോ, എത്ര ടാക്സ് ആണോ നീ കൊടുത്തത്, ആ എമൗണ്ടിനകത്ത് ഇവിടെ ഡിഡക്ഷൻ, ആ എമൗണ്ട് നമുക്കിവിടെ ഡിഡക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഫുൾ ക്രെഡിറ്റ് മെത്തേഡ്. ഓർഡിനറി ക്രെഡിറ്റ് ഇച്ചിരി ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ഓർഡിനറി ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ആവറേജ് റേറ്റ് വരുന്നുണ്ട്. ഓർഡിനറി ക്രെഡിറ്റിനകത്ത് അവർ പറഞ്ഞു, ഞാനവിടെ 2 കേസ് ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് കേസ് ആദ്യം നോക്കിയാൽ മതി. അതിനകത്ത് പറയാം, നമ്മുടെ എക്സാമ്പിൾ കുറച്ച് മുമ്പ് ബോക്സിൽ പറഞ്ഞില്ല, അതിൻ്റെ കേസാണ്. ഫസ്റ്റ് കേസ് നോക്കാം. അതിനകത്ത് പറഞ്ഞേക്കുന്നൊരു കാര്യം, ഓൾറെഡി സ്റ്റേറ്റ് 6-ൽ എൻ്റെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 1 lakh. അപ്പോൾ 35% ആണ് ടാക്സ് അടയ്ക്കേണ്ടത്, 35,000. ഞാൻ എൻ്റെ ഫോറിൻ കൺട്രിയിൽ എസ്സിൽ ഓൾറെഡി 20,000 റുപ്പീസ് കിട്ടിയപ്പോൾ 20% ടാക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. 4,000 റുപ്പീസ് അവിടെ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇവർ പറഞ്ഞു ഓക്കെ, നീ അവിടെ ടാക്സ് അടച്ചിട്ടുള്ളതുകൊണ്ട് ഓർഡിനറി ക്രെഡിറ്റ് വരുമ്പോൾ നിനക്ക് എക്സംഷൻ, നിനക്ക് അവിടെ ഞാൻ ചെറിയൊരു ഡിഡക്ഷൻസ് ഒക്കെ തരാം, അവിടെ ചെറിയ എക്സംഷൻസ് ഒക്കെ തരാം. പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് കണ്ടുപിടിക്കണം. അത് ഇൻറ്റു നിനക്ക് ഫോറിന് കിട്ടിയ ഇൻകത്തിന് ഇന്ത്യയിൽ ഈ ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് ഇട്ട് ചെയ്യുമ്പോൾ എത്രയാണ് ടാക്സ് എന്ന് കമ്പ്യൂട്ട് ചെയ്യണം. ശരി, അപ്പം ഈ കേസ് പറയുകയാണെങ്കിൽ ആവറേജ് റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു 100. എങ്ങനെയാണ് 35% കിട്ടിയതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുക. ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ 80,000 + 20,000 = 1 lakh. സോ 1 lakh ഇൻറ്റു 1 lakh ആണ് എൻ്റെ ടോട്ടൽ ഇൻകം. അതിൻ്റെ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിച്ചു. ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു 100 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 35% എന്ന് കിട്ടി. ശരി, ഇതാണ് ആവറേജ് റേറ്റ് ഓഫ് ടാക്സ്. ഈ ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് കമ്പ്യൂട്ട് ചെയ്തിട്ട് നിൻ്റെ ഫോറിൻ ഇൻകത്തിന് ഈ ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് ഇട്ട് ചെയ്യുമ്പോൾ നിൻ്റെ റെസിഡൻറ്റ് കൺട്രിയിൽ എത്ര വരും നോക്കുന്നു. അപ്പോൾ ഫോറിൻ ഇൻകം എത്രയായിരുന്നു? 20,000.
20,000 ഇൻറ്റു 35 ഡിവൈഡഡ് ബൈ 100 ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 7,000. ശരി, 7,000 വരെ ഉള്ള എമൗണ്ട് നിനക്ക് ഡിഡക്ഷനായിട്ട് എടുക്കാം. 7,000 വരെയുള്ള എമൗണ്ട് ഡിഡക്ഷനായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ അവിടെ എത്ര രൂപയാണ് ടാക്സ് അടച്ചേക്കുന്നത്? 4,000 രൂപയെ അടച്ചിട്ടുള്ളൂ. അപ്പം നമുക്ക് ഡിഡക്ഷൻ എടുക്കാം. ഇവിടുത്തെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് അവിടെ അടച്ച ആ 4,000 രൂപ ഇവിടെ നമുക്ക് ഡിഡക്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു മെത്തേഡ് കണ്ടപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ മെത്തേഡ് പോലെ തന്നെ തോന്നിയില്ലേ? കേസ് 2 ഒന്ന് നോക്കിയേ. കേസ് 2 പറയുന്നത് സ്റ്റേറ്റ് എസ്സിൽ 20% അല്ല, അത് മാറ്റം 40% ടാക്സ് ആണ് അടയ്ക്കേണ്ടതെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മുടെ ഫോറിൻ കൺട്രിയിൽ 40% ടാക്സ് ആണ് അടയ്ക്കേണ്ടതെന്ന് വിചാരിക്കുക. ശരി, ഓർഡിനറി ക്രെഡിറ്റ് പ്രകാരമാണ് എനിക്ക് റിലീഫ് കിട്ടാൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ റെസിഡൻസ് സ്റ്റേറ്റിൽ ആദ്യം ടാക്സ് ടോട്ടൽ ഇൻകത്തിന്മേൽ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി കണ്ടുവച്ചു. അപ്പോൾ 1 lakh ആണ് എൻ്റെ ടോട്ടൽ ഇൻകം ഫ്രം ഇന്ത്യയും ഇൻകം ഫ്രം ഫോറിൻ കൺട്രിയും. സോ എൻ്റെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 1 lakh ആണ്. ഈ 1 lakhന് ഞാൻ ഇന്ത്യയിൽ കൊടുക്കേണ്ട ടാക്സ് എത്രയാണ്? 35% ആയിരുന്നു. 35,000 റുപ്പീസാണ് എൻ്റെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി. പക്ഷേ ഞാൻ ഓൾറെഡി അതിനകത്ത് 20,000 റുപ്പീസ് ഏൺ ചെയ്ത സമയത്ത് സോഴ്സ് പ്രിൻസിപ്പിൾ പ്രകാരം റൂൾ പ്രകാരം ഞാൻ അവിടെ ടാക്സ് അടച്ചിട്ടുണ്ട്. 40% ടാക്സ് ഞാൻ അടച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു ഓക്കെ സാരമില്ല, അടച്ച ആ ടാക്സ് നമുക്കിവിടെ എക്സംഷൻ തരാം. പക്ഷേ അവർ പറഞ്ഞു ഫോറിൻ ഇൻകം ഏൺ ചെയ്ത ആ ഇൻകത്തിന് ഇവിടുത്തെ ഇന്ത്യൻ റേറ്റ് ഓഫ് ടാക്സ് അല്ലെങ്കിൽ ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് പ്രകാരം എത്രയാണ് ടാക്സ് വരുന്നതെന്ന് കമ്പ്യൂട്ട് ചെയ്യണം. ശരി, അപ്പോൾ നമ്മൾ ആവറേജ് റേറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ റേറ്റ് കമ്പ്യൂട്ട് ചെയ്യും. എങ്ങനെ? ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു 100. അപ്പോൾ നമുക്ക് കിട്ടി 35%. ഇതിൻ്റെ ഫോറിൻ ഇൻകം എത്രയാണ്? 20,000. 20,000 ഇൻറ്റു 35 ചെയ്യുമ്പം 7,000 ആണ്. അവർ പറഞ്ഞു ശരി, 7,000 വരെ നിങ്ങൾക്ക് എക്സംഷൻസ് എടുക്കാം. എന്ന് വെച്ചാൽ നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് ഫോറിൻ ഇൻകത്തിന് ഇന്ത്യൻ റേറ്റ് വെച്ച് ചെയ്യുമ്പോൾ എത്ര കിട്ടും, അതാണ് നമ്മുടെ മാക്സിമം ഡിഡക്ഷൻ. അതിൻ്റെ മേലോട്ട് എത്ര അടച്ചാലും നമുക്ക് ഡിഡക്ഷൻ അനുവദിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നോക്കിയേ, അവർ ശരിക്കും സ്റ്റേറ്റ് എസ്സിൽ അവരുടെ 20,000 റുപ്പീസിന് 8,000 റുപ്പീസ് വരെ ടാക്സ് അടച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഇന്ത്യൻ റേറ്റ് ഇട്ട് ആ ഇൻകം കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? 7,000 വരെ ഡിഡക്ഷൻ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അവർ പറഞ്ഞു ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് ആ 7,000 കുറച്ചു, 1,000 രൂപയുടെ കാര്യം മറന്നേക്കാൻ പറഞ്ഞു. അതാണ് നമ്മുടെ ഓർഡിനറി ക്രെഡിറ്റ് എന്ന് പറയുന്ന മെത്തേഡ്. അപ്പോൾ ക്രെഡിറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണ്? ക്രെഡിറ്റിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ അത് ടാക്സ് അടച്ച എമൗണ്ട്, ടാക്സ് എത്ര രൂപയാണ് ടാക്സായിട്ട് അടച്ചത് അതിനാണ് ഡിഡക്ഷൻ തരാനായിട്ട് പോകുന്നത്. അല്ലെ ഇൻകത്തിൽ നിന്നല്ല, ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻ തരുന്ന ആൾ എക്സംഷൻ മെത്തേഡാണ്. ക്രെഡിറ്റ് മെത്തേഡിനകത്ത് പറയുന്നത് എത്ര രൂപയാണോ ടാക്സ് അടച്ചത് ആ എമൗണ്ടിന് ഡിഡക്ഷൻ തരാം എന്നുള്ളതാണ് എൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഫുൾ ക്രെഡിറ്റ് മെത്തേഡ് ആണെങ്കിൽ ഞാൻ അടച്ച മുഴുവൻ എമൗണ്ടിനും എനിക്ക് എൻ്റെ ഇവിടെ ഞാൻ എൻ്റെ റെസിഡൻസ് സ്റ്റേറ്റിൽ ആദ്യം ടോട്ടൽ എമൗണ്ട് എടുക്കും, ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യും. ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. എവിടുന്നൊക്കെ ഇൻകം ഉണ്ടോ, റെസിഡൻറ്റിനെ സംബന്ധിച്ച് എവിടുന്നൊക്കെ ഇൻകം ഉണ്ടോ അതിനെല്ലാം ടാക്സ് കമ്പ്യൂട്ട് ചെയ്യും, ടോട്ടൽ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യും. അതിനകത്തുനിന്ന് ഞാൻ അവിടെ അടച്ച ടാക്സ് എമൗണ്ട് 20,000 രൂപ അവിടെ നിന്ന് എനിക്ക് ഏൺ ചെയ്യാൻ പറ്റി. അതിനകത്ത് 20% ടാക്സ് ഞാൻ അടച്ചിട്ടുണ്ട്. അപ്പോൾ 4,000 റുപ്പീസ് ഞാൻ അവിടെ ടാക്സ് ആയിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എൻ്റെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ആയ 35,000 നിന്ന് 4,000 കുറച്ച് ബാക്കി പൈസ ഞാൻ അടച്ചാൽ മതിയാവും. പക്ഷേ ഓർഡിനറി ക്രെഡിറ്റ് എടുക്കുവാണെങ്കിൽ അവർ പറഞ്ഞൊരു കൺസെപ്റ്റ് ടോട്ടൽ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കണം, അതുകൂടാതെ ആവറേജ് റേറ്റ് കണ്ടുപിടിക്കണം. ഒരു ഫോറിൻ ഇൻകത്തിന് ഈ ആവറേജ് റേറ്റ് പ്രകാരം ഇവിടെ എത്ര ടാക്സ് വരും നോക്കണം. അതായിരിക്കും നിൻ്റെ മാക്സിമം ഡിഡക്ഷൻ. അതിൻ്റെ മേലോട്ട് 1 രൂപ പോലും അടച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എത്രയാണോ മാക്സിമം അത്രയും വരെ അടയ്ക്കാൻ റിലീഫായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അത് കുറച്ചുള്ള പൈസ അടച്ചാൽ മതി എന്നുള്ളതാണ് ഓർഡിനറി ക്രെഡിറ്റിനകത്ത് പറയുന്നത്. അപ്പോൾ മെത്തേഡ്സ് ഓഫ് റിലീഫ് കഴിഞ്ഞു. നമ്മുടെ സെക്ഷൻ 90 90A കഴിഞ്ഞു. അതിനകത്ത് റിലീഫ് കിട്ടാൻ പോകുന്ന എങ്ങനെയൊക്കെ മെത്തേഡ് ഉണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറയുന്നത് സെക്ഷൻ 91 ആണ്. സെക്ഷൻ 91 ഞാൻ പറഞ്ഞു വേറൊരു സെറ്റാണ്. അത് യൂണിലാറ്ററൽ റിലീഫാണ്. അപ്പം നിങ്ങളിപ്പം സ്വാഭാവികമായിട്ടും എന്നോടൊരു സംശയം ചോദിക്കണം, ഈ എഗ്രിമെൻ്റ് ഇല്ലാത്ത കൺട്രിയിൽ നിന്നാണ് ഇൻകം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ഡബിൾ ടാക്സേഷൻ്റെ ഒരു പ്രശ്നം വരത്തില്ലേ? തീർച്ചയായിട്ടും വരും. അതും അവരന്നേ മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നു. പക്ഷെ അവർ അന്നേരം പറഞ്ഞു ശരിയാണ്, ഇപ്പോൾ എൻ്റെ ഇന്ത്യ എന്ന് പറഞ്ഞ കൺട്രി ഞാൻ ഏതെങ്കിലും വേറൊരു കൺട്രിയിൽ പോയി പൈസ ഉണ്ടാക്കും, പക്ഷേ ആ കൺട്രിയുമായിട്ട് എനിക്ക് എന്തില്ല, ഇവിടുത്തെ എൻ്റെ റെസിഡൻറ്റ് കൺട്രിക്ക് എഗ്രിമെൻ്റ് ഇല്ല. അപ്പോൾ ഡബിൾ ടാക്സേഷൻ്റെ പ്രശ്നം എന്തായാലും വരും. ഞാൻ അവിടെ നിന്ന് അക്വയർ ചെയ്യുന്ന ഇൻകത്തിന് അവിടെയും ടാക്സ് കൊടുക്കണം, അതെടുത്തുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ഞാൻ ഇന്ത്യൻ റെസിഡൻ്റ് ആയതുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഞാൻ ഇവിടെയും ടാക്സ് കൊടുക്കണം. അപ്പോൾ പിന്നെ എനിക്ക് പ്രശ്നമാവും. അപ്പോൾ അവർ പറഞ്ഞു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല, ഞാൻ എഗ്രിമെൻ്റ് എൻട്രി ചെയ്യാത്ത കൺട്രി ആണെങ്കിലും സാരമില്ല, പക്ഷേ നീ കുറച്ച് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റെസിഡൻ്റ് ആയിരിക്കണം. പ്രീവിയസ് ഇയറിൽ ആസ് ഇന്ത്യൻ റെസിഡൻ്റ് ആയിരിക്കണം. ഈ ഇൻകം ഉണ്ടാകുന്നത് ഇന്ത്യക്ക് വെളിയിലായിരിക്കണം, ഔട്ട്സൈഡ് ഇന്ത്യയുടെ പുറത്തുണ്ടാകുന്ന ഇൻകം ആയിരിക്കണം ഇത്. എന്നിട്ട് ആ ഇൻകം
ഇന്ത്യയിൽ ടാക്സബിൾ ആയിട്ടുള്ള ഇൻകം ആയിരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യയിൽ എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഇൻകം ആയിരിക്കരുത്, ഇന്ത്യയിലും ഇത് ടാക്സബിൾ ആയിട്ടുള്ള ഇൻകം ആയിരിക്കണം. പിന്നെ ഏത് സ്ഥലത്താണോ ഉണ്ടാകുന്നത് ആ സ്ഥലവും ആ കൺട്രിയും നമ്മുടെ കൺട്രിയും തമ്മിൽ ഒരു എഗ്രിമെൻറ്റും ഉണ്ടായിരിക്കാൻ പാടില്ല. സെക്ഷൻ 90 പ്രകാരം എഗ്രിമെൻറ്റ് ഉണ്ടായിരിക്കാൻ പാടില്ല, ഇല്ലെങ്കിൽ മാത്രമേ ഈ ഒരു റിലീഫ് നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ നിനക്ക് ആ സോഴ്സ് കൺട്രി വെച്ച് ഇൻകം ഉണ്ടായ സമയത്ത് അവിടെ ടാക്സ് അടച്ചിട്ടുണ്ടായിരിക്കണം. എന്തെങ്കിലും TDS ആയിട്ട് പിടിച്ചു അങ്ങനെ എന്തെങ്കിലും തന്നെ ഡിഡക്ഷൻ ഉണ്ടായിരുന്നിരിക്കണം, അങ്ങനെ ടാക്സ് അടച്ചിട്ടുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഈ സെക്ഷൻ 91 കിട്ടത്തുള്ളൂ. അപ്പം റെസിഡൻ്റ് ആയിരിക്കണം, ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിരിക്കണം, ഇൻകം കിട്ടുന്നത് ഇന്ത്യക്ക് വെളിയിൽ നിന്നായിരിക്കണം, അതും ആ ഇൻകം ഇന്ത്യയിൽ ടാക്സബിൾ ആയിട്ടുള്ള ഇൻകം ആയിരിക്കണം, എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഇൻകം ആകാൻ പാടില്ല. ആ ഫോറിൻ കൺട്രിയുമായിട്ട് ഇന്ത്യക്ക് ഒരു എഗ്രിമെൻറ്റും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എഗ്രിമെൻറ്റും ഉണ്ടാവാനായിട്ട് പാടില്ല. ആ സോഴ്സിൽ ഇൻകം കിട്ടിയ സമയത്ത് ടാക്സ് പേയ്മെൻറ്റ് നടന്നതായിരിക്കണം. പിന്നത്തെ ഈ വലിയ സെൻറ്റൻസ് ഒന്നും കണ്ട് പേടിക്കേണ്ട. ആ ബ്ലാക്ക് ലെറ്ററിൽ എഴുതിയിരിക്കുന്നതെല്ലാം തന്നെ കുറച്ച് മുമ്പ് പറഞ്ഞ കണ്ടീഷൻസാണ്. അതിങ്ങനെ അവർ സെൻറ്റൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ആ കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്താൽ അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും പോയി ഇങ്ങനെ നമ്മൾ എഗ്രിമെൻറ്റില്ലാത്ത കൺട്രിയിൽ വന്ന് നിനക്ക് ഇൻകം കിട്ടി അവിടെ ടാക്സ് അടച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയും വന്ന് ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. റിലീഫ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു കാര്യം പറഞ്ഞേക്കുവാണ്. അത് പറഞ്ഞേക്കുന്നത് നമ്മൾ കുറച്ച് മുമ്പ് ആവറേജ് റേറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഇന്ത്യൻ റേറ്റ്, ആ റേറ്റ് പ്രകാരം ഏത് ഇൻകത്തിനാണോ ഡബിളായിട്ട് ടാക്സ് ചെയ്തേക്കുന്നത് ആ റേറ്റ് പ്രകാരമുള്ള എമൗണ്ട് നോക്കും. അല്ല എന്നുണ്ടെങ്കിൽ എത്ര രൂപയാണോ നീ ആ ഫോറിൻ കൺട്രിയിൽ ടാക്സ് അടച്ചത് അതിനകത്ത് ലെസ്സർ എമൗണ്ട് നമുക്ക് റിലീഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഡബിളി ടാക്സ്ഡ് ഇൻകം എന്നൊരു ടേം നിങ്ങൾ ശ്രദ്ധിക്കണം. ഡബിളി ടാക്സ്ഡ് ഇൻകം എന്ന് പറഞ്ഞാൽ ഏത് ഇൻകമാണ്? എൻ്റെ ആ ഫോറിൻ കൺട്രിയിൽ ഞാൻ ഉണ്ടാക്കുന്ന ഇൻകം ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. കാരണം എന്താ, ഞാൻ അവിടെയും ടാക്സ് അടയ്ക്കണം, അതേ ഇൻകത്തിന് ഞാൻ ഇവിടെയും ടാക്സ് അടയ്ക്കണം. അപ്പോൾ പറഞ്ഞേക്കാണ്, പേടിക്കേണ്ട. ആ ഇൻകത്തിന് ഇവിടുത്തെ ആവറേജ് റേറ്റ് റിട്ടേൺ പ്രകാരം എത്ര രൂപയാണ് വരുന്നത് നോക്കും. അത് അല്ലെങ്കിൽ നമ്മുടെ അവിടെ നിങ്ങൾ യഥാർത്ഥമായിട്ട് എത്രയാണ് അടച്ചത്, ടാക്സ് അടച്ചത് എത്രയാണെന്ന് നോക്കും. അതിനകത്ത് ഏറ്റവും ലോവർ എമൗണ്ട് റിലീഫായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. മനസ്സിലായി എന്ന് കരുതുവാണ്. ഇനി സെക്കൻഡ് പോയിൻറ്റിനകത്ത് പറഞ്ഞേക്കുന്നത് പാകിസ്ഥാനുമായിട്ട് ഇന്ത്യക്ക് അങ്ങനെ ഒരു വലിയ DTA എഗ്രിമെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അവിടെ നിങ്ങൾക്ക് അഗ്രികൾച്ചറൽ ഇൻകം വല്ലതും ഉണ്ടായെന്ന് വിചാരിക്കുക. അഗ്രികൾച്ചറൽ ഇൻകം അവിടെ നിങ്ങൾക്ക് ഉണ്ടായി, അത് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ വരുമ്പോൾ അതിന് ഡിഡക്ഷൻ തരും. അതെങ്ങനെയാണ് ഡിഡക്ഷൻ വരുന്നത്? നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. അവിടെ ഗെയിൻ ചെയ്ത ആ ഇൻകത്തിന് ഇവിടുത്തെ ആവറേജ് റേറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ റേറ്റിൽ നമ്മൾ ടാക്സ് കാണും. അല്ലെങ്കിൽ അതൊരു എമൗണ്ട്, അല്ലെങ്കിൽ അവിടെ എത്ര രൂപയാണ് നോർമലായിട്ട് നിങ്ങൾ ടാക്സ് അടച്ചത് ഇതിനകത്ത് ഏതാണോ ലോവർ എമൗണ്ട് ആ എമൗണ്ടിൽ നിങ്ങൾക്ക് ഡിഡക്ഷൻ എടുക്കാനായിട്ട് പറ്റും. അത് നമുക്ക് അതിനകത്ത് ലോവർ എമൗണ്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. അതാണ് നിങ്ങളുടെ ഡിഡക്ഷൻ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം ഇനി പിന്നെ പറഞ്ഞേക്കുന്ന തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നോൺ റെസിഡൻറ്റ് പേഴ്സണ് അയാൾക്ക് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇന്ത്യൻ റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ പ്രീവിയസ് ഇയറിൽ ഇന്ത്യൻ റെസിഡൻ്റ് ആയിട്ടുള്ള ഇന്ത്യയിൽ അസസ് ചെയ്തേക്കുന്ന ഒരു കമ്പനിയിൽ നിന്ന് അയാൾക്ക് ഷെയറുണ്ട്, ഇൻകം ഉണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് ആ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഇൻകം ഔട്ട്സൈഡ് ഇന്ത്യയിൽ അക്വയർ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് അവിടെ അയാൾ ടാക്സ് അടച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ അയാൾക്ക് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു ഡിഡക്ഷൻ കിട്ടും. ഇന്ത്യൻ കമ്പനിയിൽ ഷെയറുണ്ട്, ആ ഷെയർ ഓഫ് ഇൻകത്തിനകത്ത് ഒരു ഇൻകം എന്ന് പറയുന്നത് ഇന്ത്യക്ക് വെളിയിൽ അറൈസ് ചെയ്തേക്കുന്നതാണ്. അയാൾ അവിടെ ടാക്സ് അടച്ചിട്ടുണ്ടെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു ഡിഡക്ഷൻ കുറച്ച് മുമ്പ് പറഞ്ഞേക്കുന്ന പോലെ തന്നെ ഒന്നുകിൽ അവിടെ ടാക്സ് എത്ര രൂപയാണോ അടച്ചത്, അല്ലെങ്കിൽ അവിടെ അക്വയർ ചെയ്ത ഇൻകത്തിന് ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് ഇന്ത്യയിലെ ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് പ്രകാരം എത്ര വരും, അതിനകത്ത് ലോവർ എമൗണ്ട് ഏതാണ്, അതിനകത്ത് ആ ലോവർ എമൗണ്ട് റിലീഫായിട്ട് ക്ലെയിം ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആകെ അതിനകത്ത് ഇത്രയും പ്രൊവിഷൻസേ ഉള്ളൂ. ആദ്യത്തെ കാര്യം എല്ലാത്തിനകത്തും മെയിനായിട്ട് നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഈ ഒരു 91 റിലീഫ് കിട്ടുന്നത് സെയിം മെത്തേഡിലാണ്. ഒന്നുകിൽ അവിടെ അടച്ച ടാക്സ്, അല്ലെങ്കിൽ അവിടുത്തെ ഇൻകം ഇന്ത്യൻ ആവറേജ് റേറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ റേറ്റിൽ കണ്ടുപിടിക്കുന്ന എമൗണ്ട്, ഇതിനകത്ത് ലോവർ ഏതാണോ അതാണ് റിലീഫ്. പിന്നെ നമ്മുടെ മറ്റേ മൂന്നാല് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, ഈ കണ്ടീഷൻസ് ഇത് ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്താൽ മതി, അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ആദ്യത്തെ കാര്യം പറഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുമെന്നാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ അഗ്രികൾച്ചറൽ ഇൻകം പാകിസ്ഥാനിലുണ്ടെങ്കിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും സെയിം മെത്തേഡ് പോലെ, ഞാൻ 2 മെത്തേഡ് പറഞ്ഞില്ലേ, ഒന്നുകിൽ അവിടെ അടച്ച ടാക്സ് അല്ലെങ്കിൽ ആവറേജ് റേറ്റിൽ ഇന്ത്യൻ റേറ്റ് ഓഫ് ടാക്സിൽ കമ്പ്യൂട്ട് ചെയ്ത്. ഇന്ത്യൻ റേറ്റ് ഓഫ് ടാക്സ് എന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ട, നമ്മൾ ആവറേജ് റേറ്റില്ലേ അതിന് പറയുന്ന വേറൊരു പേരാണ് ഇന്ത്യൻ റേറ്റ്. ഏതാണ് നമ്മൾ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു 100. അതിനകത്ത് ഏറ്റവും ചെറുത് ഏതാണോ അത് റിലീഫായിട്ട് ക്ലെയിം ചെയ്യാം. ഒരു നോൺ റെസിഡൻറ്റ് പേഴ്സണ് ഇന്ത്യൻ റെസിഡൻ്റ് ആയിട്ടുള്ള കമ്പനിയിൽ നിന്ന് ഷെയറുണ്ട്, അതിനകത്ത് കുറച്ച് ഇൻകം ഗെയിൻ ചെയ്തേക്കുന്നത് ഔട്ട്സൈഡ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ അവിടെ ടാക്സ് അടച്ചിട്ടുണ്ടെന്ന് തെളിയുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ അയാൾക്കും ക്ലെയിം
ചെയ്യാനായിട്ട് പറ്റും, റിലീഫ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണ് റിലീഫ് ക്ലെയിം ചെയ്യുന്നത്? ഒന്നെങ്കിൽ അവിടെ അടച്ച ടാക്സ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ റേറ്റ് ടാക്സിൽ കമ്പ്യൂട്ട് ചെയ്തിട്ട് വിച്ച് എവർ ഇസ് ലെസ് ആ എമൗണ്ട് ടാക്സിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ടാക്സിലേക്ക് കൊണ്ടുവരാമെന്നല്ല, ക്ലെയിം ചെയ്തെടുക്കാം, റിലീഫായിട്ട് ക്ലെയിം ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനിയും കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല, മനസ്സിലായി ഇത് എപ്പോഴും മനസ്സിൽ വെക്കണം കണക്കൊക്കെ ചെയ്യുമ്പോൾ. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റേറ്റ് ഓഫ് ടാക്സ്, ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് എന്താണെന്ന് ഓൾറെഡി ഞാൻ ഇത്രയും നേരം തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടായിരിക്കും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഒന്നുകൂടെ പറയുകയാണ്, ടോട്ടൽ ടാക്സ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു ഡബിൾ ടാക്സ്ഡ് ഇൻകം. ഡബിൾ ടാക്സ്ഡ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് ഇൻകം ആയിരിക്കും? സ്വാഭാവികമായിട്ടും ഫോറിൻ ഇൻകത്തെ ആയിരിക്കും നമ്മൾ ഈ ഡബിൾ ടാക്സ്ഡ് ഇൻകം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ നമ്മൾ താഴെ പറഞ്ഞിട്ടുണ്ട്. മിസ്റ്റർ എ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ, ബിസിനസ് ഇൻകം ഇന്ത്യയിൽ നിന്ന് 5 ലക്ഷം, ഫോറിൻ ഇൻകം 2 ലക്ഷം. അവിടെ തന്നെ അയാൾ 30,000 രൂപ 2 ലക്ഷത്തിന് ടാക്സ് ഓൾറെഡി പേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിൽ നിന്ന് അതർ സോഴ്സ് ഇൻകം ഉണ്ട് 30,000. ഇതിനകത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഫൈൻഡ് ദ ഡബിൾ ടാക്സേഷൻ റിലീഫ് എമൗണ്ട് ആൻഡ് ദ ടാക്സ് ലൈബിലിറ്റി. ആദ്യം നമുക്ക് റിലീഫ് എമൗണ്ട് കണ്ടുപിടിക്കണം, പിന്നെ നമുക്ക് ടാക്സ് ലൈബിലിറ്റി കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു എങ്ങനെയാണ് സെക്ഷൻ 91 എങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന റിലീഫ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. ഒന്നുകിൽ അവിടെ അടച്ച ടാക്സ്, ഇവിടെ അയാൾ അടച്ച ടാക്സ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, എത്ര രൂപ അയാൾ അടച്ച 30,000 രൂപ അടച്ചു. പിന്നെ കണ്ടുപിടിക്കേണ്ടത് അവിടെ അയാൾ ഉണ്ടാക്കിയ 2 ലക്ഷം രൂപ അവിടെ ഉണ്ടാക്കി ഫോറിൻ ഇൻകത്തിന് ഇന്ത്യൻ റേറ്റ് ഓഫ് ടാക്സ് പ്രകാരം എത്രയാണ് എമൗണ്ട് വരുന്നത് നോക്കണം. സോ ആവറേജ് റേറ്റ് കണ്ടുപിടിക്കാൻ എന്തോ ചെയ്യണം? ആദ്യം ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യണം. ടോട്ടൽ ഇൻകം എങ്ങനെയാണ്? ബിസിനസ് ഇൻകം 5 ലക്ഷം ഉണ്ടായിരുന്നു, അതർ സോഴ്സസ് അയാൾക്ക് 30,000 ഉണ്ട്. അത് രണ്ടെണ്ണമാണല്ലോ ശരിക്കും റെസിഡൻറ്റ് കൺട്രിയിൽ നിന്നുണ്ടായ ഇൻകം പ്ലസ് ഫോറിൻ ഇൻകം കൂടെ ചേർക്കുമ്പോൾ ഒരു റെസിഡൻറ്റിൻ്റെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. എത്രയും 7,30,000. അതിനകത്ത് അയാളുടെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുക. അപ്പോൾ എത്രയാണ്? ആദ്യത്തെ 2,50,000 ഇല്ല, പിന്നെ 2,50,000 തൊട്ട് 5 ലക്ഷം വരുമ്പോൾ 12,500, പിന്നെ 5 ലക്ഷം തൊട്ട് 7,30,000 വരുമ്പോൾ 46,000. ടോട്ടൽ എത്ര വന്നു? 58,500. കൂടാതെ സെസ്സും കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ അയാൾക്ക് കൊടുക്കേണ്ട ടാക്സ് എത്രയായി? 60,840 ആണ് ടോട്ടൽ ടാക്സ് ലയബിലിറ്റി. ടോട്ടൽ ഇൻകത്തിന്മേലുള്ള ടോട്ടൽ ടാക്സ് ലയബിലിറ്റി. ഈ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു ഡബിൾ ടാക്സ് എമൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആവറേജ് റേറ്റിലുള്ള ടാക്സ് കിട്ടും. ടോട്ടൽ ടാക്സ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു 100 എന്ന് പറയുന്നതാണ് നമ്മുടെ ആവറേജ് റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അത് ഇൻറ്റു ആ ഫോറിൻ കൺട്രിയുടെ എമൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു എമൗണ്ട് കിട്ടും. ഇതിനകത്ത് ഏതാണോ ലെസ് ആ എമൗണ്ട് നമുക്ക് റിലീഫായിട്ട് ക്ലെയിം ചെയ്യാം. അപ്പോൾ 60,840 ആണ് നമ്മുടെ ടോട്ടൽ ടാക്സ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻകം 7,30,000 ഇൻറ്റു ഡബിൾ ടാക്സ്ഡ് എമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ആ ഫോറിൻ കൺട്രിയിൽ നിന്ന് കൊണ്ടുവന്ന ഇൻകം ഉണ്ടല്ലോ, അതിനാണല്ലോ രണ്ട് പ്രാവശ്യം ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. ആ ഇൻകം ഇൻറ്റു ചെയ്യുന്നുണ്ട് നമ്മുടെ ഒരു എമൗണ്ട് കിട്ടും 16,570. അതാണ് ഒരു എമൗണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി പേ ചെയ്തിരിക്കുന്ന എമൗണ്ട് എത്രയായിരുന്നു ടാക്സ് ആയിട്ട്? 30,000. ഇതിനകത്ത് ഏതാണോ ലോവർ അത് നമുക്ക് റിലീഫായിട്ട് ക്ലെയിം ചെയ്യാം. ഏതാണ് ലോവർ? നമ്മുടെ 16,570 എന്ന് വെച്ചാൽ ആവറേജ് റേറ്റിൽ നമ്മൾ കണ്ടുപിടിച്ച എമൗണ്ടാണ് കുറവെന്നുള്ളതുകൊണ്ട് ആ എമൗണ്ട് നമ്മുടെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് നമുക്ക് റിലീഫായിട്ട് ക്ലെയിം ചെയ്യാം. സോ 60,840 മൈനസ് 16,570 ഇസിക്വൽസ് ടു 44,270 ആണ് അയാളുടെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഒറ്റ കാര്യം ഓർത്താൽ മതി, സെക്ഷൻ 91 പ്രകാരം 2 റിലീഫാണ്. ഒന്നുകിൽ അവിടെ അടച്ചേക്കുന്ന ആക്ച്വലായിട്ട് നിങ്ങൾ പേ ചെയ്ത ടാക്സ്, അല്ലാന്നുണ്ടെങ്കിൽ ആവറേജ് റേറ്റിൽ ഇന്ത്യൻ റേറ്റിൽ ഇവിടെ ഫോറിൻ ഇൻകത്തിന് ഇവിടെ വെച്ച് കമ്പ്യൂട്ട് ചെയ്തെടുക്കുന്ന എമൗണ്ട്. ഇതിൽ ഏതാണോ ലോവർ ആ എമൗണ്ട് നമുക്ക് റിലീഫായിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഇനി എങ്ങനെയാണ് നിങ്ങൾ ഈ ആവറേജ് റേറ്റ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ ആദ്യം നിങ്ങളുടെ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കണം. ഒരു റെസിഡൻറ്റിനെ സംബന്ധിച്ച് അയാളുടെ ടോട്ടൽ ഇൻകം ഏതൊക്കെയാണ്, എവിടെ നിന്നൊക്കെ എന്തൊക്കെ കാശ് കിട്ടിയിട്ടുണ്ടോ അതെല്ലാം അയാളുടെ ടോട്ടൽ ഇൻകമാണ്. ആ ടോട്ടൽ ഇൻകത്തിന്മേൽ ആദ്യം നിങ്ങളൊരു ടാക്സ് കമ്പ്യൂട്ട് ചെയ്യണം, ഇൻക്ലൂഡിങ് സെസ്. കണ്ടുപിടിച്ചതിന് ശേഷം അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു 100 ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവറേജ് റേറ്റ് കിട്ടും. ആ ആവറേജ് റേറ്റ് വെച്ച് നമ്മുടെ ഫോറിൻ ഇൻകത്തിന് എത്ര രൂപയാകുമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ആകുമ്പോൾ അത് 16,570 എന്ന് വരും. പിന്നെ ഓൾറെഡി നമ്മൾ പേ ചെയ്തേക്കുന്നത് 30,000. ഇതിനകത്ത് ലോവർ എമൗണ്ട് റിലീഫായിട്ട് ക്ലെയിം ചെയ്യാം എന്നുള്ളതാണ് ആ പോയിന്റ് പറയുന്നത്. ഇനി സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് നോക്കിയേ, ഡബിൾ ടാക്സേഷൻ റിലീഫ് ഷുഡ് കമ്പ്യൂട്ടഡ് കൺട്രി വൈസ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഞാനിപ്പം എനിക്ക് ഇന്ത്യയിൽ നിന്ന് ഓൾറെഡി ഇൻകം ഉണ്ട്, ഞാൻ ഇന്ത്യൻ റെസിഡൻറ്റുമാണ്, എനിക്ക് ഇന്ത്യയിൽ നിന്ന് ബിസിനസ് ഇൻകം ഉണ്ട്. അതുകൂടാതെ എനിക്ക് കൺട്രി എയിൽ നിന്ന് ഇൻകം ഉണ്ട്, കൺട്രി ബി എന്ന് പറയുന്ന ഫോറിൻ കൺട്രിയിൽ നിന്ന് ഇൻകം ഉണ്ട്. എനിക്ക് 2 ഫോറിൻ കൺട്രിയിൽ നിന്ന് ഇൻകം ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കോ അതിനെന്താ കണ്ടുപിടിക്കാമല്ലോ, മറ്റേ പോലെ തന്നെ കണ്ടുപിടിക്കാമല്ലോ. ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ചു, കറക്റ്റാണ്, ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ചൊക്കെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഓരോ കൺട്രിയുടെയും ഇൻഡിവിജ്വലായിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഇതെല്ലാം കൂടെ അഗ്രിഗേറ്റഡ് ഇട്ടൊന്നും കമ്പ്യൂട്ടേഷൻ നടത്താനായിട്ടൊന്നും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റൊന്നും സമ്മതിക്കത്തില്ല. ഒറ്റ കാര്യമുള്ളൂ, എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ഇലിസ്ട്രേഷൻ നോക്കാം. മിസ്റ്റർ എ അയാൾ ഇന്ത്യൻ റെസിഡൻ്റ് ആണ്.
അയാൾക്ക് ബിസിനസ് ഇൻകം ഉണ്ട് ഇന്ത്യയിൽ 5 ലക്ഷം രൂപ. കൺട്രി എയിൽ നിന്ന് അയാൾക്ക് ഫോറിൻ കൺട്രിയാണ് കൺട്രി എ, അതിന് 2 ലക്ഷം രൂപ അയാൾക്ക് ഇൻകം ഉണ്ട്. അവിടെ അയാൾ അതിന് 40,000 രൂപ അടച്ചിട്ടുണ്ട്. ഇൻകം ഫ്രം കൺട്രി ബി അയാൾക്ക് 4 ലക്ഷം രൂപ ഇൻകം ഉണ്ട്. അവിടെ അയാൾ അതിന് 60,000 രൂപ കണ്ടുപിടിച്ചിട്ടുണ്ട്, ടാക്സ് പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിലീഫ് എമൗണ്ട് എത്രയാണ്, അതിൻ്റെ ടാക്സ് ലയബിലിറ്റി എത്രയാണെന്നുള്ളതാണ് നമ്മളിനി കണ്ടുപിടിക്കാനായിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു എല്ലാം കൂടി എടുത്തിട്ട് ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 റിലീഫേ ഉള്ളൂ. ഒന്നുകിൽ ആക്ച്വലായിട്ട് അടച്ചത് അല്ലെങ്കിൽ ആവറേജ് റേറ്റിൽ കണ്ടുപിടിക്കുന്നത്. ഇതിനകത്ത് ഏതാണോ ലോവർ അത് മാത്രം റിലീഫായിട്ട് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം സെപ്പറേറ്റ് കൺട്രിയുടെ ആവറേജ് റേറ്റ് ഇട്ടുള്ള എമൗണ്ട് കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആദ്യം ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യണം. കൺട്രി എ മാത്രമേ ഉള്ളായിരുന്നെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഇൻകം പ്ലസ് കൺട്രി എയുടെ ഇൻകം ടോട്ടൽ ഇൻകം ആകും. കൺട്രി ബി എടുക്കുമ്പോൾ ഇന്ത്യൻ ഇൻകം പ്ലസ് ഇൻകം ഫ്രം കൺട്രി ബി, അതാണ് അതിൻ്റെ ടോട്ടൽ ഇൻകം. രണ്ടിൻ്റെയും സാധാരണ നമ്മൾ കാണുന്ന പോലെ ടോട്ടൽ ഇൻകത്തിന്മേലുള്ള ടാക്സ് കണ്ടുപിടിക്കും. കൺട്രി എയുടെ മാത്രം എടുത്ത് കാണുമ്പോൾ എത്ര കിട്ടും? 54,600. കൺട്രി ബിയുടെ മാത്രം എടുക്കുമ്പോൾ 96,200. എന്നിട്ട് നമ്മൾ ആവറേജ് റേറ്റ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ആവറേജ് റേറ്റ്? ഇപ്പോൾ കൺട്രി എയുടെ മാത്രം എടുത്ത ഇൻകം ആണെങ്കിൽ, ഞാൻ പറയുന്നത് മനസ്സിലാവണമെന്നുണ്ടാണ് വിശ്വസിക്കുന്നത്. ഇപ്പം 2 ഫോറിൻ കൺട്രിയിൽ ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് രണ്ടും കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് നമുക്ക് ആവറേജ് റേറ്റ് ഡബിൾ ടാക്സേഷൻ റിലീഫ് ഒന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. അത് ഇവർ അലോ ചെയ്യത്തില്ല, സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ കൺട്രി എയുടെ മാത്രം എടുത്ത് വേണം ആദ്യം കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇന്ത്യൻ ഇൻകത്തിന് പ്ലസ് ഇൻകം ഫ്രം കൺട്രി എ, ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകത്തിനുള്ള ടാക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി നമുക്ക് കിട്ടും. ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു ഏത് എമൗണ്ടിനാണോ ഡബിൾ ടാക്സ് ചെയ്തത് ആ എമൗണ്ട്. അപ്പോൾ നമ്മുടെ ഫോറിൻ ഇൻകം ഇവിടെ എത്രയാണ്? 2,15,600. എന്നിട്ട് നമ്മൾ നോക്കണം, കൺട്രി എയിൽ നമ്മൾ ടാക്സ് പേ ചെയ്ത് എത്രയാണ്? 20,000 രൂപയ്ക്കാണ്. റിലീഫ് കിട്ടാൻ പോകുന്ന ഏത് എമൗണ്ട് ആയിരിക്കും? വിച്ച് എവർ ഇസ് ലോവർ. ഇതിനകത്ത് ഏറ്റവും ലോവർ ഏതാണ്? 15,600. ആ എമൗണ്ടിന് മാത്രമേ നമുക്കിവിടെ ഡിഡക്ഷൻ കിട്ടത്തുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നമ്മൾക്ക് കൺട്രി ബിയുടെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. കൺട്രി ബിയുടെ ഇൻകം പ്ലസ് ഇന്ത്യൻ ഇൻകം ആകുമ്പോൾ ടോട്ടൽ ഇൻകം ആകും. അങ്ങനെ ഇവിടെ 9 lakh എന്ന് വന്നു. സാധാരണ പോലെ ടാക്സ് കണ്ടുപിടിച്ചപ്പോൾ നമ്മുടെ ടോട്ടൽ ഇൻകത്തിന്മേലുള്ള ടോട്ടൽ ടാക്സ് ലയബിലിറ്റി എത്ര വന്നു? 96,200 എന്ന് വന്നു. നമ്മൾ ആവറേജ് റേറ്റ് കണ്ടുപിടിക്കുന്നു. 96,200 എന്ന് വെച്ചാൽ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു ഡബിൾ ടാക്സ്ഡ് ഇൻകം. ഡബിൾ ടാക്സ്ഡ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോറിൻ കൺട്രിയിൽ നമ്മൾ ഉണ്ടാക്കിയ ഇൻകം. ഇവിടെ കൺട്രി ബി അല്ലേ ഫോറിൻ കൺട്രി, അവിടെ എത്ര ഉണ്ടാക്കിയത്? 4 ലക്ഷം രൂപ. അപ്പോൾ നമ്മൾ എത്ര ആവറേജ് റേറ്റ് ഇട്ടപ്പോൾ എത്ര വന്നു? 42,755. അപ്പോൾ നമ്മൾ കൺട്രി ബി ഓൾറെഡി നമ്മൾ ടാക്സ് പേ ചെയ്തിട്ടുണ്ടായിരുന്നു എത്ര? 60,000. പക്ഷേ എത്ര വരെ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ? ഇതിനകത്ത് ഏതാണ് ലോവർ, അതാണ് നമുക്ക് റിലീഫായിട്ട് കിട്ടാനായിട്ട് പോകുന്നത്. ഏതാണ് ലോവർ? 42,755. ഇപ്പം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? നമ്മുടെ ആവറേജ് റേറ്റിലുള്ള അവിടുത്തെ ഫോറിൻ കൺട്രിയിലെ ഇൻകത്തിന് ഇന്ത്യയിലെ ആവറേജ് റേറ്റിലുള്ള ഓരോ കൺട്രിയുടെയും വെച്ച് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ യഥാർത്ഥത്തിലുള്ള ആ റെസിഡൻറ്റിൻ്റെ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സാധാരണ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്ന പോലെ ചെയ്യുക. ടോട്ടൽ ഇൻകം എടുക്കുക. ഇന്ത്യയിലുണ്ടായിരുന്ന 5 ലക്ഷം പ്ലസ് കൺട്രി എയിലുണ്ടായിരുന്ന 2 lakh, കൺട്രി ബിയിലുണ്ടായിരുന്ന 4 lakh, ടോട്ടൽ 11 lakh. നമുക്ക് ടോട്ടൽ റിലീഫ് എത്ര നമ്മൾ കണ്ടുപിടിച്ചു? കൺട്രി എയ്ക്ക് 42,755, കൺട്രി ബിക്ക് 15,600. സോ ടോട്ടൽ 50,355 റുപ്പീസ് നമുക്ക് റിലീഫ് കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ഈ 3 ഇൻകം, ഇപ്പോൾ ഇന്ത്യൻ കൺട്രിയിൽ നിന്നുണ്ടായിരുന്ന ഇൻകം, അതുകൂടാതെ എയിന്നും ബിന്നും ഉണ്ടായിരുന്ന ഇൻകം, 3 ടോട്ടൽ ചെയ്തിട്ടുള്ള ടോട്ടൽ ഇൻകത്തിന്മേൽ നമ്മുടെ ടാക്സ് നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ, സെസ് ഉൾപ്പെടെ കണ്ടുപിടിച്ചപ്പോൾ 14,800 റുപ്പീസ് നമുക്ക് കിട്ടി. 1,48,200 റുപ്പീസ് നമുക്ക് കിട്ടി. അതിൽ നിന്ന് നമുക്ക് നമ്മുടെ റിലീഫ് നമുക്ക് അവർ അപ്രൂവ് ചെയ്തിരുന്നത് എത്രയായിരുന്നു? നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് 58,355. അപ്പം നമ്മൾ ആ എമൗണ്ട് ലെസ് ചെയ്തിട്ടുള്ള ബാക്കി എമൗണ്ടാണ് നമ്മുടെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഒന്നുകൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. 2 ഫോറിൻ കൺട്രിയിൽ നിന്ന് ഒരാൾക്ക് ഇൻകം ഉണ്ട്, കൂടാതെ അയാൾക്ക് ഇന്ത്യൻ ഇൻകം ഉണ്ട്. നമ്മൾ നേരത്തെ കമ്പ്യൂട്ട് ചെയ്ത പോലെ തന്നെയാണ്, പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതെല്ലാം കൂടെ അഗ്രിഗേറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഡബിൾ ടാക്സേഷൻ റിലീഫ് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. ആദ്യം കൺട്രി എ പ്ലസ് ഇൻകം ഫ്രം ഇന്ത്യൻ കൺട്രി, അതാണ് ടോട്ടൽ ഇൻകം. കൺട്രി ബിയുടെ അതുപോലെ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് കൺട്രി എയുടെ ആദ്യം നമ്മൾ ആവറേജ് റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ആ ടോട്ടൽ ഇൻകത്തിന് മേലുള്ള ടാക്സ് കണ്ടുപിടിച്ച് ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു 100 ചെയ്യണം. എന്നിട്ട് അതാണ് നമ്മുടെ ആവറേജ് റേറ്റിലുള്ളത്. പിന്നെ നമ്മൾ നോക്കണം അവിടെ ടാക്സ് ചെയ്ത തുക എത്രയാണ്, അതിൽ ഏതാണോ ലോവർ എമൗണ്ട് ആ എമൗണ്ട് ആയിരിക്കും ഇവിടെ റിലീഫായിട്ട് കിട്ടാനായിട്ട് പോകുന്നത്. കൺട്രി ബിയുടെ അതുപോലെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ റിലീഫ് കിട്ടി. കൺട്രി എയ്ക്ക് ശരിക്കും 15,600ഉം കൺട്രി ബിക്ക് 42,755, ഇങ്ങനെ 2 റിലീഫാണ് കിട്ടാൻ പോകുന്നത്. ഇത് മനസ്സിലായി. സോ ടോട്ടൽ നമുക്ക് എത്ര റിലീഫ് കിട്ടും? 58,355 നമുക്ക് ടോട്ടൽ റിലീഫ് കിട്ടും.
ഇനി നമ്മൾ ശരിക്കും ഇന്ത്യയിൽ റെസിഡൻറ്റ് അടയ്ക്കാൻ പോകുന്ന ടാക്സ് ലയബിലിറ്റി എങ്ങനെയെന്ന് കണ്ടുപിടിക്കുമ്പോൾ റെസിഡൻറ്റ് ആയതുകൊണ്ട് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യണം. അയാൾക്ക് ഇന്ത്യയിൽ നിന്നുണ്ടായിരുന്ന ഇൻകം മറ്റ് 2 കൺട്രിയിൽ നിന്നുണ്ടായിരുന്ന ഇൻകം. സോ ടോട്ടൽ 11 lakh എന്ന് വന്നു. ടോട്ടൽ റിലീഫ് 50,355 എന്ന് നമുക്കറിയാം. അപ്പോൾ ടോട്ടൽ ഇൻകത്തിന് മേൽ ആദ്യം നമ്മൾ ടാക്സ് കണ്ടുപിടിക്കും. നമ്മൾ ടാക്സ് കണ്ടുപിടിച്ചപ്പം 1,48,200 എന്ന് വന്നു. അതിൽ നിന്ന് നമ്മുടെ ടോട്ടൽ റിലീഫ് കുറച്ച് ബാക്കിയുള്ള തുക നമ്മൾ ടാക്സ് ആയിട്ട് അടയ്ക്കണം എന്നാണ് പറഞ്ഞത്. അതായിരുന്നു നമ്മുടെ സെക്കൻഡ് പോയിൻറ്റ്. ഇനി തേർഡ് പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോറിനിൽ എനിക്കൊരു ഇൻകം ഉണ്ട്, അതിന് തക്കതായിട്ടുള്ള ഡിഡക്ഷൻ കിട്ടും. അതിനൊരു ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ ആ ഡിഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള തുകയിൽ വേണം ഞാൻ എന്ത് കാണാൻ, ആവറേജ് റേറ്റ് ഇട്ട് ടാക്സ് കാണാൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കതൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. മിസ്റ്റർ എസിന് റോയൽറ്റി ഓൺ ബുക്സ് സോൾഡ് ഇൻ ഫോറിൻ കൺട്രി 4 ലക്ഷം. ആ 4 ലക്ഷം ബ്രാക്കറ്റിൽ കിടക്കുന്നത് മൈനസ് ആണെന്നല്ല, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ, അല്ലാതെ ലോസ് ആണെന്ന് വിചാരിക്കരുത്. പിന്നെ ഇൻകം ഇൻ ഇന്ത്യ, അയാൾക്ക് ഇന്ത്യൻ ബിസിനസ്സിൽ നിന്ന് 6 ലക്ഷം രൂപയുടെ വരുമാനം ഉണ്ടായിരുന്നു. അതൊക്കെ 80 QQB ഡിഡക്ഷൻ എൻറ്റൈറ്റിൽഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് 80 QQB? ഓൾറെഡി നമ്മൾ ഡീൽ ചെയ്തായതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. എന്നാലും ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, റോയൽറ്റി ഡിഡക്ഷൻസ് ആയിരുന്നു അത്. എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നെങ്കിൽ ആക്ച്വൽ റോയൽറ്റി കിട്ടുന്നത് അല്ലെങ്കിൽ 3 lakhs rupees വിച്ച് എവർ ഇസ് ലോവർ, അത് നമുക്ക് ഡിഡക്ഷൻ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾക്ക് റോയൽറ്റി ഇൻകം കിട്ടിയത് ഒരു ഫോറിൻ കൺട്രിയിൽ നിന്നാണ്. അതിന് തക്കതായുള്ള ഡിഡക്ഷൻ ഇവിടെ അയാൾ എൻറ്റൈറ്റിൽഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. ടോട്ടൽ ഇൻകം ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബിസിനസ് ഇൻകം 6 lakh, റോയൽറ്റി ഇൻകം 4 lakh, ടോട്ടൽ എത്രയായി 10 lakh. ഡിഡക്ഷൻ ഉണ്ടല്ലോ 80 QQB, 3 lakh കുറച്ചിട്ടുള്ളതാണ് അയാളുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ടാക്സ് കണ്ടുപിടിക്കണം. ടാക്സ് എല്ലാം കണ്ടുപിടിച്ച് സെസ് ഉൾപ്പെടെ ടാക്സ് കണ്ടുപിടിക്കുമ്പോൾ ടോട്ടൽ എത്ര വന്നു? 54,600 എന്ന് വന്നു. റിലീഫ് കാൽക്കുലേറ്റ് ചെയ്യുവാണ്. ആവറേജ് ടാക്സ് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു ഡബിൾ ടാക്സ്ഡ് ഇൻകം. ഇവിടെ ഡബിൾ ടാക്സ്ഡ് ഇൻകം നിങ്ങൾ കണ്ടോ, ഞാൻ റെഡിങ്ങിൽ ഇട്ടിട്ടുണ്ട് 1 lakh. എങ്ങനെയാണ് ഇവിടെ 1 lakh വന്നത്? അയാൾക്ക് റോയൽറ്റി ഇൻകം എന്ന് പറയുന്നത് ശരിക്കും എത്രയായിരുന്നു? 4 ലക്ഷം രൂപയായിരുന്നു. പക്ഷേ അയാൾക്ക് എന്ത് ഇവിടെ അലോവർഡ് ആണ്? 80 QQB ഡിഡക്ഷൻ അലോവ്ഡ് ആണ്. ആ ഫോറിൻ ഇൻകത്തിന് ഇവിടെ നമുക്ക് ഡിഡക്ഷൻ അലോവ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ ടാക്സ് റിലീഫ് കണ്ടുപിടിക്കുമ്പോൾ, ആവറേജ് റേറ്റിൽ ടാക്സ് കണ്ടുപിടിക്കുമ്പോൾ ആ ബാക്കിയുള്ള തുകയ്ക്ക് മാത്രമേ കണ്ടുപിടിക്കാനായിട്ട് പാടുള്ളൂ. 4 ലക്ഷം രൂപകൾക്ക് റോയൽറ്റി ഇൻകം ഉണ്ടായിരുന്നു. റോയൽറ്റിയുടെ 80 QQBയിൽ 2 തരത്തിലുള്ള ഡിഡക്ഷൻ, ഒന്നെങ്കിൽ ആക്ച്വൽ എമൗണ്ട് അല്ലെങ്കിൽ 3 lakh rupees, ഏതാണോ ലെസ് ആ എമൗണ്ട് അയാൾക്ക് ഡിഡക്ഷനായിട്ട് ഏറ്റെടുക്കാം. അപ്പം 4 ലക്ഷം രൂപയെക്കാളും കുറവ് 3 ലക്ഷം ആയതുകൊണ്ട് ആ ഡിഡക്ഷനാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തത്. ആക്ച്വലിനേക്കാൾ കുറവ് 3 lakh അല്ലേ, ഇവിടെ 4 lakh അല്ലേ ആക്ച്വൽ വന്നത്. സോ 3 lakh rupees നമ്മൾ 4 ലക്ഷത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തു. ബാക്കിയുള്ള 1 lakhലാണ് ആവറേജ് ടാക്സ് കാണുന്നത്. അപ്പോൾ 7,800. അതാണ് ഇതിനകത്ത് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് പറഞ്ഞത്. അതിൻ്റെ ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഇനി എങ്ങനെയാണ് ഇതിനകത്ത് സെലക്ട് റിലീഫ് കണ്ടുപിടിക്കുന്നത്? ആക്ച്വൽ ടാക്സ് പേ ചെയ്തിട്ടുള്ള തുക നോക്കുക. അതിനകത്ത് ഏറ്റവും ലെസ് ഏതാണോ ആ എമൗണ്ട് ആയിരിക്കും റിലീഫായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റുക. ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ആ എമൗണ്ട് കുറച്ചാൽ മതിയാവും. ഇപ്പോൾ 1 lakh എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഫോറിൻ ഇൻകത്തിന് 80 QQB പ്രകാരം ഡിഡക്ഷൻ ഉണ്ടായിരുന്നു. ആ എമൗണ്ട് കുറച്ചിട്ടുള്ള തുകയാണ് 1 lakh. ആ എമൗണ്ടിനകത്ത് വേണം ആവറേജ് ടാക്സ് കാണാൻ. സാധാരണ നമ്മൾ ഡബിൾ ടാക്സ് ഇൻകം എന്ന് പറയുമ്പോൾ ഫോറിനിൽ നിന്നുണ്ടാക്കിയ ഫുൾ ഇൻകം എടുക്കുമായിരുന്നു. ഇൻ കേസ് ആ ഫോറിൻ ഇൻകത്തിനുമായിട്ട് ബേസ് ചെയ്ത് പർട്ടിക്കുലർലി എന്തെങ്കിലും ഒരു ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ ആ എമൗണ്ട് കുറച്ചിട്ടുള്ള തുക വേണം ആവറേജ് ടാക്സിനകത്ത് എടുക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനിയും പറഞ്ഞേക്കുന്നത് ഫോർത്ത് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു പേഴ്സണ് ഒരു ഫോറിൻ കൺട്രിയിൽ നിന്ന് ഇൻകം ഉണ്ട്, എന്നാൽ വേറൊരു ഫോറിൻ കൺട്രിയിൽ നിന്ന് ലോസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏതൊക്കെ കൺട്രിയിൽ നിന്ന് ഇൻകം ഉണ്ടെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് കാണണം എന്ന് പറഞ്ഞു. അഗ്രിഗേറ്റ് ആയിട്ട് കാണാൻ പറ്റത്തില്ല. പിന്നെ വേറൊരു കാര്യം ചിന്തിച്ചാൽ മതി, ഏതെങ്കിലും ലോസിന് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരുമോ? ഇല്ല. ഒരു ലോസിന് നമുക്ക് ഒരു കൺട്രിയിലും ടാക്സ് അടയ്ക്കേണ്ടി വരും. സോ അവിടെ ഒരു ഡബിൾ ടാക്സേഷൻ്റെ പ്രശ്നം അറൈസ് ചെയ്ത് വരുന്നേ ഇല്ല. ഇങ്ങനൊരു കേസ് വരുമ്പം ഇവിടെ നമുക്കൊരു ഇതുകൊണ്ട് ഇലിസ്ട്രേഷൻ നമുക്ക് നോക്കാം. മിസ്റ്റർ റൂബൻ, ഇൻകം ഫ്രം ബിസിനസ് ഇൻ ഇന്ത്യ 5 lakh, ഇൻകം ഫ്രം ഫോറിൻ കൺട്രി 2 lakh. കൺട്രി ബിന്ന് പക്ഷേ അയാൾക്ക് ലോസ് ആണ് 1 lakh. കാൽക്കുലേറ്റ് റിലീഫ് എമൗണ്ട് ആൻഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഡബിൾ ടാക്സേഷൻ റിലീഫ് ആദ്യം നമ്മൾ കൺട്രി എയുടെ കണ്ടുപിടിക്കണം. ഇൻകം ഫ്രം നമുക്ക് കൺട്രി ബിയുടെ ഓൾറെഡി കണ്ടുപിടിക്കേണ്ട. എന്തുകൊണ്ടാണ്? ലോസ് ആയതുകൊണ്ട് ഒരു കൺട്രിയിലും ലോസ് ആയതുകൊണ്ട് ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. സോ അവിടെ ഒരു കണ്ടുപിടിക്കാനൊന്നുമില്ല. ആദ്യം നമ്മൾ കൺട്രി എയ്ക്ക് എന്തുമാത്രം ഡിഡക്ഷൻ കിട്ടുമെന്ന് നോക്കും. ഇൻകം ഫ്രം ബിസിനസ് 5 lakh, ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ ഫോറിൻ കൺട്രിയിൽ നിന്നുള്ളത് 2 lakh. സോ ടോട്ടൽ ഇൻകം ഇസ് 7 lakh നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് ആവറേജ് റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ടോട്ടൽ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിച്ചു. സെസ് ഇൻക്ലൂഡഡ് ആണ്, അത് ഓർത്തോണം. ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ഇസ് 54,600 ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു ഡബിൾ ടാക്സ്ഡ് ഇൻകം. ഡബിൾ ടാക്സ് ഇൻകം അങ്ങനെ 2 lakh വന്നു.
കാരണം അയാൾക്ക് കൺട്രി ചെയ്യുന്ന എത്രയായിരുന്നു 2 lakh ആയിരുന്നു. അതിൽ ഫോറിൻ കൺട്രി നിനക്ക് 2 lakh അല്ലേ ഇൻകം ഉണ്ടായിരുന്നത്, അതല്ലേ ഡബിൾ ടാക്സ്ഡ് ആയിട്ടുള്ള ഇൻകം, അതെടുത്തു. സോ 15,600 എന്ന് വന്നു. അയാൾ അവിടെ ടാക്സ് പേ ഇതിനകത്ത് ആ ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് എഴുതിയ ക്വസ്റ്റ്യനാണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെ വിട്ടുപോകുന്നത്. ടാക്സ് പെയ്ഡ് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിനകത്ത് ഏതാണോ കുറവ് ആ തുക നമ്മൾ എടുക്കത്തുള്ളായിരുന്നു എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. പിന്നെ നമ്മൾ എന്തിനാണ് ഇത്രയും വരെ ചെയ്തത്, ആവറേജ് റേറ്റ് കണ്ടുപിടിക്കാനായിട്ട്. ഇത് ശരിക്കും ഇയാൾ ഇന്ത്യയിൽ എത്ര രൂപ ടാക്സ് അടയ്ക്കണം എന്ന് വെച്ചാൽ അതിന് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യണം. ടോട്ടൽ ഇൻകം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നിന്നുണ്ടായിരുന്ന 5 ലക്ഷം പ്ലസ് കൺട്രി എയിൽ നിന്നുണ്ടായിരുന്ന ഫോറിൻ കൺട്രിയിൽ നിന്നുണ്ടായിരുന്ന 2 ലക്ഷം, അപ്പോൾ 7 ലക്ഷം രൂപ. പിന്നെ നമുക്കൊരു ലോസ് ഉണ്ടല്ലോ, ആ ലോസ് നമുക്ക് ഇവിടെ കുറയ്ക്കാം, ഈ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ കുറയ്ക്കാം. അപ്പോൾ ടോട്ടൽ നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് 6 ലക്ഷമാണ്. അതിന് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നു. റിലീഫ് എമൗണ്ട് എത്രയായിരുന്നു അത് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അതൊന്നുമില്ല, ഏത് കൺട്രിയിൽ നിന്ന് ലോസ് ആണെങ്കിലും അവിടെ നമ്മൾ ഒരു ടാക്സും അടയ്ക്കേണ്ടത്. സോ അവിടെ ഒരു ഡബിൾ ടാക്സേഷൻ്റെ പ്രശ്നം വരുന്നില്ല. പിന്നെ മറ്റേ കൺട്രിയുടെ നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചു, കൺട്രി വൈസാണ് ടാക്സ് റിലീഫ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഡബിൾ ടാക്സേഷൻ റിലീഫ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ആ കൺട്രി വൈസ് നമ്മളിവിടെ റിലീഫ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനുവേണ്ടി നമ്മൾ ആദ്യം ടോട്ടൽ ഇൻകം, ഇന്ത്യയിൽ നിന്നുള്ള ഇൻകം ആ കൺട്രിയിൽ നിന്നുണ്ടായിരുന്ന ഇൻകം കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ച് അതിനകത്ത് ടാക്സ് കണ്ടുപിടിച്ച് ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു 100 ചെയ്യുമ്പോൾ ആവറേജ് റേറ്റ് കിട്ടും, ഇൻറ്റു നമ്മളുടെ ഡബിളി ടാക്സ് ചെയ്ത ഇൻകം ഏതാണോ അത് ചെയ്യുന്നതുകൊണ്ടൊരു എമൗണ്ട് കിട്ടും. ആവറേജ് റേറ്റ് ഇട്ട് നോക്കുമ്പോൾ എമൗണ്ട് കിട്ടും. പിന്നെ നമ്മൾ പറഞ്ഞു, സോ അതാണ് അയാൾക്കുള്ള റിലീഫ്. അതാണോ ടാക്സ് ആണോ അടച്ചത്, ഏതാണോ ലോവർ എമൗണ്ട്, അതാണ് അയാൾക്കുള്ള റിലീഫ് എമൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ നമ്മളവിടെ ഇന്ത്യയിൽ അടയ്ക്കാൻ പോകുന്ന ടാക്സ് കണ്ടുപിടിക്കാൻ പോകുമ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, 3 രാജ്യത്തും ടോട്ടൽ ഇൻകം എടുക്കണം. അപ്പം നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന ഇൻകം പ്ലസ് ഫോറിൻ കൺട്രിയിൽ നിന്നുണ്ടായിരുന്ന ഇൻകം, പിന്നെ ലോസ് അല്ലേ കിടക്കുന്നത്, അതുകൊണ്ടാണ് ഇൻകം നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത്. ആ ലോസ് എമൗണ്ട് കൂടെ കുറച്ച് നമ്മുടെ ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ചിട്ട് അത് ടാക്സ് കണ്ടുപിടിച്ച് റിലീഫ് കിട്ടിയ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് നമ്മൾ ഇവിടെ മെയിനായിട്ടുള്ള ഒരു പോയിന്റ് പറഞ്ഞത്. ഇനിയത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, ഫോറിൻ ഇൻകം നമ്മുടെ ടോട്ടൽ ഇൻകത്തിനേക്കാൾ മേളിലാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഈ കേസ് പറയുന്നത്. ഫോറിൻ ഇൻകമാണ് കൂടുതൽ, ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു ഇല്ലസ്ട്രേഷൻ നോക്കാം. ഒരു ഇന്ത്യൻ ബിസിനസ്സിൽ നിന്ന് ലോസാണ് അയാൾക്ക് 2 ലക്ഷം, അതർ സോഴ്സ് ഇവിടെ നിന്ന് 1 ലക്ഷം രൂപയുണ്ട്, ഫോറിൻ ഇൻകം 5 ലക്ഷമുണ്ട്. PPF എന്താണ്, പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് 70,000 രൂപ. അയാൾ അവിടെ ഫോറിൻ ഇൻകത്തിന് 5 ലക്ഷം കിട്ടിയെടുത്ത് ഫോറിൻ ഇൻകത്തിന് അയാൾ ടാക്സ് കൊടുത്തിട്ടുണ്ട് 90,000. ഇതിന് റിലീഫ് കമ്പ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്, ആദ്യം നമ്മൾ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുന്നത്, ഇൻകം ഫ്രം ബിസിനസ് 2 ലക്ഷം, അതർ സോഴ്സ് 1 lakh, ഫോറിൻ ഇൻകം 5 ലക്ഷം. സോ GTI എന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് പറയാം. GTI എത്രയാണ്, 4 ലക്ഷം രൂപ. എങ്ങനെ 4 ലക്ഷം വന്ന് 2 ലക്ഷം ലോസ് അല്ലേ, അത് മൈനസ് എമൗണ്ട് തന്നെയാണ്, അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ ലോസ് എന്ന് തന്നെയാണ്. GTI എന്ന് എഴുതാൻ കാരണം ഇപ്പം മനസ്സിലായി കാണും. നമുക്കൊരു ATC ഡിഡക്ഷൻ ഉണ്ട്, പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ 70,000 ഡിഡക്ഷൻ കഴിഞ്ഞപ്പോൾ ടോട്ടൽ എമൗണ്ട് 3,30,000. 3,30,000 നമ്മൾ ആവറേജ് റേറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ടാക്സ് കണ്ടുപിടിക്കണമല്ലോ. ടാക്സ് കണ്ടുപിടിച്ച് ഇവിടെ റിബൈറ്റ് വരും. എന്തുകൊണ്ടാണ് വന്നത്, 3,50,000 താഴെയാണെങ്കിൽ റിബൈറ്റ് വരുമല്ലോ 2,500. ആ റിബൈറ്റൂടെ കുറച്ച് സെസ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1,560 എന്നൊരു തുക വരും. ഇനി നമ്മുടെ ആവറേജ് റേറ്റ് എങ്ങനെയായിരുന്നു കാണുന്നത്, സാധാരണ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, നമ്മുടെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു ഡബിൾ ടാക്സ് ഇൻകം. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ നമ്മുടെ ഫോറിൻ ഇൻകം എന്ന് പറയുന്നത് 5 ലക്ഷമാണ്. പക്ഷേ നമ്മുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 3,30,000 ആണ്. കാരണം ടോട്ടൽ ഇൻകത്തിനേക്കാൾ വളരെ കൂടുതലാണ് ഫോറിൻ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞു അത് നടക്കത്തില്ല, ടോട്ടൽ ഇൻകം വരെ നിങ്ങൾക്ക് ഡിഡക്ഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, റിലീഫ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ടോട്ടൽ ഇൻകത്തിനേക്കാൾ കൂടുതലാണ് ഫോറിൻ ഇൻകം എന്നുണ്ടെങ്കിൽ ആവറേജ് റേറ്റ് ടാക്സ് കാണുന്നത് ടോട്ടൽ ഇൻകത്തിന്മേലായിരിക്കണം. അതാണ് ആ 3,30,000 എന്നൊരു തുക ബോൾഡിൽ ഇട്ടിട്ടുണ്ട്. ആവറേജ് റേറ്റ് ടാക്സ് കാണുമ്പോൾ 1,560 ഡിവൈഡ് ബൈ 3,30,000 ഇൻറ്റു 3,30,000 ടോട്ടൽ ഇൻകം ഇൻറ്റു ടോട്ടൽ ഇൻകം എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചേക്കുന്നത്. 1,560 തന്നെയാണ് അപ്പോൾ നമ്മുടെ തുക വരുന്നത്. ഏതാണോ കുറവ് അത് നമ്മുടെ ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് കുറയ്ക്കാൻ പറ്റുന്നുള്ളത് പിന്നെ ഓൾറെഡി നമുക്കറിയാമല്ലോ. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ്, അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഫോറിൻ ഇൻകമാണ് ടോട്ടൽ ഇൻകത്തിനേക്കാൾ കൂടുതലെന്നുണ്ടെങ്കിൽ നമ്മൾ ആവറേജ് ടാക്സ് കാണുന്നത് ടോട്ടൽ ഇൻകത്തിനായിരിക്കും, ഡബിൾ ടാക്സ് ഇൻകത്തിനായിരിക്കത്തില്ല. അത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ എന്നത്തപ്പോൾ അത്രയേ ഉള്ളൂ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട 91 ബന്ധപ്പെട്ട പോയിൻ്റ്. ആദ്യത്തെ പോയിൻ്റ് നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ റേറ്റ് ഓഫ് ടാക്സ് അല്ലെങ്കിൽ ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് ഓൾറെഡി നമുക്കറിയാം. ആദ്യം നമ്മുടെ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുക. ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ചിട്ട് അപ്പം നമ്മുടെ ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ച് അതിൻ്റെ ടാക്സ് കാണുക. അതാണ് നമ്മുടെ ടോട്ടൽ ടാക്സ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു ഡബിൾ ടാക്സ്ഡ് ഇൻകം. ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു റെസിഡൻറ്റിനെ സംബന്ധിച്ച് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ എവിടെ നിന്നൊക്കെ ഇൻകം കിട്ടിയോ അതെല്ലാം അയാളുടെ ടോട്ടൽ ഇൻകം ആണ്. അപ്പോൾ അതിനെ ആദ്യം റഫ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക, ഇൻക്ലൂഡിങ് സെസ്.
ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു ഡബിൾ ടാക്സ്ഡ് ഇൻകം. എന്താണ് ഡബിൾ ടാക്സ്ഡ് ഇൻകം? ഫോറിൻ സോഴ്സിൽ നിന്ന് വരുന്ന ഇൻകം ആയിരിക്കുമല്ലോ ഡബിൾ ടാക്സ്ഡ് ഇൻകം. കാരണം ആ ഇൻകത്തിനാണല്ലോ നമ്മൾ രണ്ടിടത്തും ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ 91 റിലീഫ് എങ്ങനെ കിട്ടുന്നത്? ഫോറിനിൽ നിന്നുണ്ടാക്കിയ ഇൻകത്തിന് ഇവിടുത്തെ ആവറേജ് റേറ്റിലുണ്ടാകുന്ന എമൗണ്ട്, അതല്ലെങ്കിൽ അവിടെ ടാക്സ് അടച്ചത്, ഇതിനകത്ത് ഏതാണോ ലോവർ അതാണ് നമ്മൾ റിലീഫായിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പോകുന്നത്. സെക്കൻഡ് പോയിന്റ് പറഞ്ഞത് എന്താണ്? കൺട്രി വൈസ് കാൽക്കുലേറ്റ് ചെയ്യണം. 1, 2, 3 കൺട്രിയിൽ നമുക്ക് ഇൻകം ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് എടുത്തിട്ട് അഗ്രിഗേറ്റ് ആയിട്ട് റിലീഫ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഓരോ പർട്ടിക്കുലർ കൺട്രിയുടെ തന്നെ എടുത്ത് നമ്മൾ ആദ്യം ആവറേജ് റേറ്റ് ഇട്ട് കണ്ടുപിടിച്ചിട്ട് അവസാനം ഇത് മൂന്നും കൂടെ കൂട്ടി ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ടാക്സ് കണ്ടുപിടിക്കുമ്പോഴാണ് ഈ ടോട്ടൽ റിലീഫ് നമുക്ക് അതിന് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓൾറെഡി ഞാൻ പറഞ്ഞു, കൺട്രി എയിൽ നിന്ന് ഇൻകം ഉണ്ട്, ബിയിൽ നിന്ന് ഇൻകം ഉണ്ട്, സിയിൽ നിന്ന് ഇൻകം ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ആദ്യം കൺട്രി എയുടെ ഇൻകം എടുക്കുന്നു, ഇന്ത്യയുടെ ഇൻകം കൂടെ, ഇന്ത്യൻ സോഴ്സിൽ നിന്ന് റെസിഡൻറ്റ് കൺട്രിയിൽ നിന്ന് കിട്ടിയ ഇൻകം കൂടെ, ഡൊമസ്റ്റിക് ഇൻകം കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് ആവറേജ് റേറ്റ് കണ്ടുപിടിക്കുന്നു. ആവറേജ് റേറ്റ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ കുറച്ചിപ്പോൾ പറഞ്ഞ പോലെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ആവറേജ് റേറ്റ് കണ്ടുപിടിക്കുന്നു. പിന്നെ അവിടെ കൺട്രി എയിൽ അടച്ച ടാക്സ് നോക്കുന്നതിനകത്ത് ഏതാണ് ലോവർ എമൗണ്ട് അത് നമ്മുടെ റിലീഫായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതുപോലെ കൺട്രി ബിയുടെ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അപ്പോൾ നമുക്ക് രണ്ടിൻ്റെ ആവറേജ് റേറ്റ് എടുത്ത് നോക്കി ടാക്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലോവർ എമൗണ്ട് എടുക്കും, നമ്മുടെ റിലീഫ് കിട്ടും. രണ്ടുപേരുടെയും കിട്ടും. അതിന് രണ്ടുപേരുടെ ആഡ് ചെയ്തപ്പോൾ ടോട്ടൽ റിലീഫ് നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ സാധാരണ റെസിഡൻറ്റ് കൺട്രിയിൽ നമ്മൾ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? നമ്മുടെ കൺട്രി എയിൽ നിന്നുള്ള ഇൻകം, ബി എന്നുള്ള ഇൻകം പ്ലസ് റെസിഡൻറ്റ് ഇൻകം, ഡൊമസ്റ്റിക് ഇൻകം അല്ലെങ്കിൽ നമ്മുടെ റെസിഡൻറ്റ് കൺട്രിയിലെ ഇൻകം കൂടെ ആഡ് ചെയ്തെടുക്കുന്നു. അതിൻ്റെ ടാക്സ് കണ്ടുപിടിച്ചിട്ട് ഈ ടോട്ടൽ റിലീഫ് അതിനകത്തുനിന്ന് ഡിഡക്റ്റ് ചെയ്താൽ മാത്രം മതിയായിരിക്കും. അത് നിങ്ങൾ ആ ഒരു എക്സാമ്പിളൊന്നും ചെയ്ത് നോക്കിയാൽ മതി. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി. പിന്നെ പറഞ്ഞേക്കുന്നത് ഒരു ഫോറിൻ ഇൻകത്തിനകത്തുനിന്ന് പർട്ടിക്കുലറായിട്ട് അതിനെന്തെങ്കിലും ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ ആ എമൗണ്ട് കുറച്ചിട്ട്, ആ ഡിഡക്ഷൻ കുറച്ചിട്ടുള്ള തുകയിൽ വേണം ആവറേജ് ടാക്സ് കാണാൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ തന്നെ റോയൽറ്റി 4 ലക്ഷം ഉണ്ടായിരുന്നു, QQB 80 QQB ഒക്കെ ഡിഡക്ഷൻ ഉണ്ട്. അതും നമ്മുടെ ഫോറിൻ ഇൻകത്തിനാണ് ആ ഡിഡക്ഷൻ വരുന്നത്. അതുകൊണ്ട് ആവറേജ് ടാക്സ് കാണുന്നുണ്ട് ടോട്ടൽ ടാക്സ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു ആ ഡബ്ല്യു ടാക്സ്ഡ് ഇൻകം എന്ന് പറയുമ്പോൾ ആ ഡിഡക്ഷൻ കഴിച്ചിട്ടുള്ള തുക. ഇവിടെ എന്ന് പറഞ്ഞാൽ റോയൽറ്റി 4 ലക്ഷമാണ്, 3 ലക്ഷം രൂപ വരെ ഡിഡക്ഷൻ പറ്റും. നമ്മൾ ഓൾറെഡി ആ സെക്ഷൻ ഡീൽ ചെയ്താണ്. അത് കുറച്ചിട്ടുള്ള തുകയ്ക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ പറഞ്ഞേക്കുന്നത് ഒരു മനുഷ്യന് ഒരു ഫോറിൻ കൺട്രിയിൽ നിന്ന് നിൽക്കും, വേറൊരു കൺട്രിയിൽ നിന്ന് ലോസ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് വേറൊരു കാര്യം പറഞ്ഞത്. ലോസ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. കാരണം എന്താണ്? ആ ലോസ് നമ്മൾ ഓൾറെഡി ലോസ് നമ്മൾ ഡബിൾ ടാക്സേഷൻ ഒരു ഇഷ്യൂ വരുന്നില്ലല്ലോ, നമ്മളത് നോക്കണ്ട. അത് മറ്റേ കൺട്രിയുടെ ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് കണ്ടുപിടിച്ച് റിലീഫ് കണ്ടുപിടിച്ചിട്ട് മറ്റേ ശരിക്കുള്ള ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ റെസിഡൻ്റ് ആയിട്ടുള്ള കൺട്രിയുടെയും മറ്റേ ഫോറിൻ കൺട്രിയുടെയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ലോസ് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള തുകയ്ക്ക് ടാക്സ് കണ്ടുപിടിച്ചിട്ട് റിലീഫ് ഡിഡക്റ്റ് ചെയ്താൽ മതിയാവും. പിന്നെ പറഞ്ഞത് ഫോറിൻ ഇൻകമാണ് കൂടുതലെന്നുണ്ടെങ്കിൽ, ഏതിനേക്കാളും ടോട്ടൽ ഇൻകത്തിനേക്കാൾ മേലിലാണ് ഫോറിൻ ഇൻകം എന്നുണ്ടെങ്കിൽ ആവറേജ് റേറ്റ് കാണുന്ന തുക എന്ന് പറയുന്നത് ടോട്ടൽ ഇൻകത്തിലായിരിക്കും. ടോട്ടൽ ഇൻകം വരെയുള്ള ഡിഡക്ഷനെ സമ്മതിക്കത്തുള്ളൂ. അതിൻ്റെ മേലോട്ട് എന്തോ വന്നാലും ഇവർ സമ്മതിക്കത്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ പറഞ്ഞേക്കുന്നത് ആർട്ടിക്കിൾസ് ഓഫ് DTAA എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞായിരുന്നു OECD UN കൺവെൻഷൻസ് ഒക്കെ വന്നു, സ്ട്രക്ചറൊക്കെ വന്നു. ഇതാണ് ബേസിക് ആയിട്ടുള്ള DTAAയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 1 ഡീൽ ചെയ്യുന്ന ഇതാണ്, 2 ഡീൽ ചെയ്യുന്നത്, 29 ഡീൽ ചെയ്യുന്നത്, 30 ഡീൽ ചെയ്യുന്നത്. ഇത് എന്തൊക്കെയാണ് ഇത് പറഞ്ഞേക്കുന്നത്? ഇങ്ങനെ പറഞ്ഞാണ് അവർ എഴുതിയേക്കുന്നത്. ഞാനൊരു DTAAയുടെ മോഡൽ ഞാൻ ഗ്രൂപ്പിലിടാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഒരുപാട് വായിക്കാനുണ്ടത്. ഇതാണ് ബേസിക് ആയിട്ടുള്ളൊരു എഗ്രിമെൻറ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ക്ലെയിംസൊക്കെ അവെയിൽ ചെയ്ത് കിട്ടുന്നത്? പ്രധാനപ്പെട്ട കാര്യം, റെഡിങ്ങിൽ എഴുതിയിരിക്കുന്ന പോയിന്റ് നോക്കണം. ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് അത് കൊടുത്താൽ മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ? ഇത് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സെക്ഷൻ 19 നമ്മൾ പറഞ്ഞായിരുന്നു സർട്ടിഫിക്കറ്റ് ഒരു കൊണ്ട് കൊടുക്കണമെന്ന്. 4th പോയിന്റ് 5th പോയിന്റിൽ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പറയുന്നത് ഇവിടെയാണ്. മൗറീഷ്യസും ഇന്ത്യയുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. മൗറീഷ്യസ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഹാവൻസ് എന്നാണ് അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ ഓൾറെഡി ആ കൺട്രിയിൽ ക്യാപിറ്റൽ ഗെയിന് ടാക്സ് ഇല്ല, മറ്റ് ടാക്സുകളാണ് ഇവിടെ കുറവുമാണ്. അത് മൗറീഷ്യസ് ഇന്ത്യയും കൂടെ പണ്ട് എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. ഇതുപോലെ പണ്ടല്ല, ഇപ്പോഴും ഉണ്ട്, DTAA എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പം മൗറീഷ്യസിലെ ഒരു റെസിഡൻറ്റ് ഇന്ത്യയിൽ വന്ന് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാക്കുവാണെങ്കിൽ അത് നമ്മളുള്ള ഇന്ത്യയും മൗറീഷ്യസും വെച്ച് കരാർ വെച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും?
ടാക്സ് ഇന്ത്യയിൽ ചെയ്യേണ്ട, അത് മൗറീഷ്യസിൽ ചെയ്തേക്കാം, ഇന്ത്യയിൽ എക്സംഷൻ കൊടുക്കണമെന്ന് തന്നെയല്ലേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മൗറീഷ്യസിലെ ശരിക്കുള്ള ലോ പ്രകാരം അവിടെ ക്യാപിറ്റൽ ഗെയിന് ടാക്സും ഇല്ല. അപ്പോൾ ഇവിടെ ഒരാൾ വന്ന് മൗറീഷ്യസിലെ റെസിഡൻറ്റ് വന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ക്യാപിറ്റൽ ഗെയിൻ കൊണ്ടുപോവുകയാണെങ്കിൽ ഇന്ത്യയിലും ടാക്സ് അടയ്ക്കേണ്ട, മൗറീഷ്യസിലും ടാക്സ് അടയ്ക്കേണ്ട. ഇപ്പോൾ ഫലത്തിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അത് പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ UK USA പോലത്തെ കമ്പനികൾ മൗറീഷ്യസിൽ വന്നിട്ട് കമ്പനികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അവിടുത്തെ റെസിഡൻറ്റ് എന്ന പദവി അക്വയർ ചെയ്ത് കഴിഞ്ഞിട്ട് അവരിതുപോലെ ഇന്ത്യയിലൊക്കെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം എന്ത് സംഭവിച്ചു, മൗറീഷ്യസും ഇന്ത്യയും കൂടെയുള്ള DTAA പറയുന്നത് ക്യാപിറ്റൽ ഗെയിനൊക്കെ ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ അത് ടാക്സബിൾ ആക്കേണ്ട കാര്യമില്ല, ഇന്ത്യയിൽ അത് എക്സംഷൻ കൊടുക്കുക, അവരുടെ റെസിഡൻറ്റ് കൺട്രിയിൽ ആണ് ടാക്സ് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ വന്നവരാണെങ്കിൽ ഇത് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പം ശരിക്കും എന്ത് സംഭവിച്ചു, ഒരു ട്രീറ്റി ഷോപ്പിംഗ് എന്ന് കാണാൻ ഒന്നൊരു ടേമൊക്കെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ അവസരങ്ങൾ മുതലെടുക്കുക എന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ. മൗറീഷ്യസിലാണെങ്കിൽ ഓൾറെഡി ക്യാപിറ്റൽ ഗെയിന് ടാക്സ് ഇല്ല. പക്ഷേ ഇന്ത്യയിൽ അതുപോലെ എഗ്രിമെൻ്റ് ഉള്ളത് കൊണ്ട് അവർ മൂന്നാം രാജ്യത്തെ ആൾക്കാർ അല്ലെങ്കിൽ വേറെ കമ്പനികളൊക്കെ വന്നിട്ട് അവിടെ വന്ന് റെസിഡൻസ് സ്റ്റാറ്റസ് ഗെയിൻ ചെയ്തിട്ട് ഇന്ത്യ പോലത്തെ സ്ഥലങ്ങളിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനും അങ്ങനെ ടാക്സ് അവോയ്ഡൻസ് ഒക്കെ കണ്ടമാനം തുടങ്ങിയപ്പോഴാണ് ഇങ്ങനത്തെ നിയമങ്ങൾ ലിമിറ്റേഷൻസ് ഓഫ് ബെനിഫിറ്റ്സ് എന്നൊക്കെ പറഞ്ഞ ക്ലോസ് കൊണ്ടുവന്നു. ലിമിറ്റേഷൻസ് ഓഫ് ബെനിഫിറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ റെസിഡൻ്റ് ആണെന്നൊക്കെയുള്ള ഡോക്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് കാണിച്ചാൽ മാത്രമേ നമുക്ക് ഈ ബെനിഫിറ്റൊക്കെ ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ മതിയായ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു മാൻഡേറ്ററി ആക്കി മാറ്റി ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അതുകൂടാതെ മറ്റേ നമ്മുടെ ഫോം 10-7 പാൻ നമ്പറും അതൊക്കെ കൊണ്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. 1 April 2013 തൊട്ട് അത് മാൻഡേറ്ററി ആക്കിയിട്ട് ഉണ്ട്. ഈ പറഞ്ഞേക്കുന്നത് ഒരു ബാങ്ക് ഇതുപോലെ നോട്ടിഫിക്കേഷൻ അയച്ചേക്കുന്നതാണ്. നമ്മുടെ ഇവർക്ക് ഒരു നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തേക്കുന്നതാണ്. എല്ലാ ഇതുപോലെ NRISും അവർ TRC സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് കൊടുത്ത് ഇത് അവെയിൽ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനാണ്. 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ എഴുതിയേക്കുന്നതിൻ്റെ പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റാണ്. ബോർഡ് ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റ് ഇറക്കിയിട്ടുണ്ട്. ആ ഫോർമാറ്റിൽ വേണം ഇത് കൊണ്ട് കൊടുക്കാനുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ ഇത്രയുമാണ് ബേസിക്കായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിനെ കുറിച്ച് പഠിക്കാനുണ്ടായിരുന്നത്. ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെൻറ്റ് വന്നു, അതുകൊണ്ട് ഡബിൾ ടാക്സേഷൻ്റെ ഒരു പ്രശ്നം മാറി. സെക്ഷൻ 90, 90A, 91. 90A എന്താണ് പറയുന്നത്, നമ്മുടെ ബൈലാറ്ററൽ എഗ്രിമെൻറ്റ്സിനെ കുറിച്ചായിരുന്നു, റിലീഫിനെ കുറിച്ചായിരുന്നു. എഗ്രിമെൻറ്റ്സ് ഉള്ളതിനെക്കുറിച്ചും 91 പറയുന്നു എഗ്രിമെൻറ്റ് ഇല്ലെങ്കിൽ എങ്ങനെയാണെന്നെക്കുറിച്ചും എല്ലാത്തിലും റിലീഫ് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ഡീൽ ചെയ്തു. ഇനി നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് ഇല്ലുസ്ട്രേഷൻസ് ചെയ്യാനുണ്ട്. ഇല്ലുസ്ട്രേഷൻ ഞാൻ 2 ഇല്ലുസ്ട്രേഷൻ മാത്രം, ഇല്ലുസ്ട്രേഷൻ 1ഉം ഇല്ലുസ്ട്രേഷൻ 3ഉം മാത്രമേ ഞാൻ ഈ PPTയിൽ ഇട്ടിട്ടുള്ളൂ. കാരണം ഓൾറെഡി ഇതിനകത്തുള്ള കുറേ ഇല്ലുസ്ട്രേഷൻ ഞാൻ ഓൾറെഡി ഇപ്പോൾ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഈ PPT ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എക്സാമ്പിളായിട്ട് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അതൊക്കെ നിങ്ങൾക്ക് ഇനി തന്നെ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഓൾറെഡി എല്ലാ കൺസെപ്റ്റും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഇല്ലുസ്ട്രേഷൻ 1 എന്ന് നോക്കിയേക്കാം. ഇല്ലുസ്ട്രേഷൻ 1 എന്താണ്, എക്സ് ലിമിറ്റഡ് ആൻ ഇന്ത്യൻ കമ്പനി പ്രൊവൈഡ്സ് യു ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ഓഫ് ഇറ്റ്സ് ഇൻകം അസസ്മെൻറ്റ് ഇയർ 1920. കുറേ ഇൻകം തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ 4ാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇൻകം ഫ്രം എ ഫോറിൻ കൺട്രി വിത്ത് വിച്ച് നോ എഗ്രിമെൻറ്റ് ഫോർ റിലീഫ് ഫോർ അവോയ്ഡൻസ് ഓഫ് ഡബിൾ ടാക്സേഷൻ എക്സിസ്റ്റ് എന്ന് വെച്ചാൽ DTAA ഇല്ല. ഞാൻ ഈ ആൾ ഈ എക്സ് എന്ന് പറഞ്ഞ ആൾക്ക് ഇൻകം ഉണ്ടായിരുന്ന ഫോറിൻ കൺട്രിയുമായിട്ട് നമ്മുടെ കൺട്രിക്ക് എന്തില്ല, DTAA എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ഏത് സെക്ഷനാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്, സെക്ഷൻ 91 ആണ്. അപ്പോൾ നമ്മുടെ ആവറേജ് റേറ്റ് അല്ലെങ്കിൽ ശരിക്കും അടച്ച ടാക്സ് വിച്ച് എവർ ഇസ് ലെസ് ആണ് ഇവിടുത്തെ റിലീഫ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം. കമ്പ്യൂട്ട് ദ എമൗണ്ട് ഓഫ് ഇൻകം ടാക്സ് പേയബിൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ അപ്പോൾ എന്ത് മാത്രം ടാക്സ് അടയ്ക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, നമ്മുടെ ടോട്ടൽ ഗ്രോസ് ടോട്ടൽ ഇൻകം കാണും. ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ടോട്ടൽ ഇൻകം കാണും. അതിനുശേഷം നമ്മൾ ആവറേജ് റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ടാക്സ് ഇൻക്ലൂഡിങ് സെസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ടാക്സ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മുടെ ആവറേജ് റേറ്റ് കണ്ടുപിടിക്കും. ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു ഡബിൾ ടാക്സ്ഡ് ഇൻകം. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് നോക്കണ്ട, 1 lakh ഇൻറ്റു 1 lakh ഡിവൈഡ് ബൈ സെയിം കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത് തന്നെയാണ്, അതുപോലെ ചെയ്ത് നോക്കിയാൽ മതി. സോ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു ഡബിൾ ടാക്സ്ഡ് ഇൻകം. ഇതിനകത്ത് ഡബിൾ ടാക്സ് ചെയ്ത ഇൻകം ഏതാണ്, ഇൻകം ഫ്രം അതർ സോഴ്സ് അല്ലെങ്കിൽ ഫോറിൻ ഇൻകം. അത് എത്രയാണ്, 1 lakh. അപ്പോൾ ഒരു എമൗണ്ട് കിട്ടി. എത്ര, അപ്പം നമ്മൾക്കൊരു എമൗണ്ട് കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആക്ച്വലി പേ ചെയ്ത ടാക്സ് വിച്ച് എവർ ഇസ് ലെസ്. ഇവിടെ എനിക്ക് തോന്നുന്നു ആക്ച്വലി പേ ചെയ്ത ടാക്സ് ആണ് ലെസ്, 20,000 ആണ് ലെസ്. അതുകൊണ്ട് ആ എമൗണ്ട് ഇവിടെ റിലീഫായിട്ട് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇല്ലുസ്ട്രേഷൻ 1 മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇല്ലുസ്ട്രേഷൻ 1 91 ബേസ് ചെയ്തുള്ളതാണ്. സെക്ഷൻ 91 എങ്ങനെ വന്നതെന്ന് മനസ്സിലായോ.
AA എഗ്രിമെൻ്റ് ഇല്ലാത്തത് കൊണ്ടാണ് സെക്ഷൻ 91 ഇവിടെ അലോ ആയത്. ഇലിസ്ട്രേഷൻ 2 ഓൾറെഡി എൻ്റെ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. അത് ഞാൻ പിന്നെ കുറച്ച് മുമ്പ് ഞാനത് ഓൾറെഡി നിങ്ങളോട് ഡിസ്കസ് ചെയ്തതുമായതുകൊണ്ട് ഇനി അത് പറയുന്നില്ല. ഇലിസ്ട്രേഷൻ 3യും കൂടി ഡിസ്കസ് ചെയ്യാൻ കാരണം ഇലിസ്ട്രേഷൻ 3 പറയുന്ന സെക്ഷൻ 90A ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇന്ത്യൻ കമ്പനി അയാൾക്ക് ഇൻകം 9,46,000, പിന്നെ അതുകൂടാതെ 2 ലക്ഷം ഫോറിൻ കൺട്രിയിൽ അയാൾക്ക് ഇൻകം ഉണ്ട്. ആ കൺട്രിയുമായിട്ട് DTA എഗ്രിമെൻറ്റ്, ADT എന്ന് പറഞ്ഞാൽ അവോയ്ഡൻസ് എഗ്രിമെൻറ്റ് തന്നെയാണ്, എഗ്രിമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞേക്കുന്ന ക്ലോസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ടാക്സ് എക്സംഷൻ തരാം, പക്ഷേ ഇവിടെ ഒരിടത്ത് ടാക്സ് അടച്ചാൽ മതി, പക്ഷേ റെസിഡൻറ്റ് കൺട്രി സോഴ്സ് കൺട്രി ടാക്സ് അടച്ചാൽ മതി. സോഴ്സ് റൂൾ പ്രകാരം സോഴ്സ് കൺട്രി ടാക്സ് അടച്ചാൽ മതി. പക്ഷേ റെസിഡൻറ്റ് കൺട്രിയിലെ ടാക്സ് റേറ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഇൻകം ഇൻക്ലൂഡ് ചെയ്യണം. ഏത് മെത്തേഡ് പ്രകാരം? അപ്പോൾ ഇവിടെ പ്രോഗ്രഷൻ മെത്തേഡ് ഇല്ലേ, നമ്മുടെ പ്രോഗ്രഷൻ മെത്തേഡ്, ആ മെത്തേഡ് പ്രകാരമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഒരു കൺട്രി ടാക്സ് അടച്ചാൽ മതി ഫലത്തിൽ, പക്ഷേ ഒറ്റ കാര്യമുണ്ട്, സോഴ്സ് കൺട്രിയിൽ അടച്ചാൽ മതി. പക്ഷേ റെസിഡൻറ്റ് കൺട്രിയിൽ ചെല്ലുമ്പം സോഴ്സ് കൺട്രിയിലെ അല്ലെ സോഴ്സ് കൺട്രിയിലെ ഇൻകം കൂടെ ആഡ് ചെയ്തിട്ട് വേണം ടാക്സ് റേറ്റ് കണ്ടുപിടിക്കാൻ. നമ്മുടെ എക്സംഷൻ വിത്ത് പ്രോഗ്രഷൻ മെത്തേഡ് വെച്ചാണ് ഇവിടെ ചെയ്തേക്കുന്നത്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. ഇൻകം ഫ്രം ബിസിനസ്, ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ. ഇൻകം ഫ്രം ബിസിനസ് 9,46,000, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട് 1 lakh, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട് 1 lakh, അതർ സോഴ്സസ് ഇൻകം ഉണ്ട് 32,000. ഇവരൊരു 80G ഡിഡക്ഷൻ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80G ഒരു 42,000 റുപ്പീസിൻ്റെ ഡിഡക്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു, എൻറ്റൈറ്റിൽ ടു ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80G പറഞ്ഞിട്ടുണ്ട്. 42,000 ഡിഡക്ഷൻ വന്നിട്ടുണ്ട്. സോ ഇന്ത്യൻ ഇൻകം മാത്രം 10,36,000. അതുകൂടാതെ നമ്മുടെ ഫോറിൻ ഇൻകം ആഡ് ചെയ്യുന്നു 2 lakh. ടോട്ടൽ ഇൻകം എത്ര വന്നു? 12,36,000 എന്നുള്ളത് നമ്മുടെ ഇൻകം ഇത് വന്നിട്ടുണ്ട്. പിന്നെ അതിൽ നമ്മൾ ടാക്സ് കണ്ടുപിടിക്കണം. ടാക്സ് എന്തിനാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ റേറ്റ് കണ്ടുപിടിക്കണ്ടേ? ഏത് റേറ്റ്? നമ്മുടെ എക്സംഷൻ വിത്ത് പ്രോഗ്രഷൻ മെത്തേഡാണിത്. എക്സംഷൻ വിത്ത് പ്രോഗ്രഷൻ മെത്തേഡ് എന്താണ് പറയുന്നത്? എക്സംഷൻ വിത്ത് പ്രോഗ്രഷൻ മെത്തേഡ് പറയുന്നത് നിങ്ങൾ ഡൊമസ്റ്റിക് ഇൻകത്തിന് മാത്രം ടാക്സ് അടച്ചാൽ മതി, പക്ഷേ ഏത് റേറ്റിൽ അടയ്ക്കണം? ആവറേജ് ടാക്സ് റേറ്റിൽ അടയ്ക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആവറേജ് ടാക്സ് റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം റഫായിട്ട് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം ഇവിടെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, LTCG ഉള്ളതുകൊണ്ട് അതിന് ഫ്ലാറ്റ് റേറ്റ് ആയതുകൊണ്ടും ആ എമൗണ്ടിന് 1 lakhന് 20% 20,000, പിന്നെ ബാക്കിയുള്ള എമൗണ്ടിന് 25%. എന്താണ് 25% എന്ന് ഓർത്താൽ അത് നിങ്ങൾ നോക്കണം. ഇത് ഇന്ത്യൻ കമ്പനിയാണ്, ഇന്ത്യൻ കമ്പനിയുടെ റേറ്റാണ് 25% എന്ന് പറയുന്നത്. സെസ് ഉൾപ്പെടെയുള്ള ടാക്സ് കണ്ടുപിടിച്ചു. പിന്നെ നമ്മുടെ ആവറേജ് ടാക്സ് റേറ്റ് കണ്ടുപിടിക്കണം. എങ്ങനെ ആവറേജ് ടാക്സ് റേറ്റ് കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു ഡൊമസ്റ്റിക് ഇൻകം. ഇവിടെ നമ്മൾ ഡബ്ല്യു ടാക്സ്ഡ് ഇൻകം അല്ല, ഡൊമസ്റ്റിക് ഇൻകം. എന്താണ് ഡൊമസ്റ്റിക് ഇൻകം വന്നത്? നമ്മുടെ ഡൊമസ്റ്റിക് ഇൻകത്തിന് ഏത് എമൗണ്ട് വെച്ച് കാണണം? ആവറേജ് റേറ്റ് വെച്ച് ടാക്സ് കാണണം. എക്സംഷൻ വിത്ത് പ്രോഗ്രഷൻ മെത്തേഡാണ്. അത് ഓൾറെഡി ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞു തന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പം നിങ്ങൾ ഏത് ടാക്സ് അടയ്ക്കണം എന്ന് അവർ പറഞ്ഞേക്കുന്നത്? എക്സംഷൻ വിത്ത് പ്രോഗ്രഷൻ മെത്തേഡ് പ്രകാരം ആവറേജ് റേറ്റിൽ വേണം നമ്മുടെ ഡൊമസ്റ്റിക് ഇൻകത്തിന് ടാക്സ് അടയ്ക്കാൻ വേണ്ടി. അപ്പോൾ ആവറേജ് റേറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? ടോട്ടൽ ടാക്സ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു ഡൊമസ്റ്റിക് ഇൻകം. ഡൊമസ്റ്റിക് ഇൻകം വരാൻ കാര്യം എക്സംഷൻ വിത്ത് പ്രോഗ്രഷൻ മെത്തേഡാണ്, സെക്ഷൻ 90 ഡീൽ ചെയ്യുന്നത് കൊണ്ട് ആണ്. നിങ്ങളെൻ്റെ PPT ഞാൻ എൻ്റെ മെയിൻ പോയിൻ്റാണ് എഴുതിയേക്കുന്നത്, കണക്ക് ചെയ്തിട്ടില്ല. കണക്ക് ഓൾറെഡി നമ്മുടെ ഇലിസ്ട്രേഷൻ ആയതുകൊണ്ട് ബുക്കിനകത്ത് ചെയ്തിട്ടിട്ടുണ്ട്. ഞാനതാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും സമയത്ത് ബുക്ക് എടുത്ത് നോക്കിയാൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊന്നുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഞാൻ ഈ PPTയിൽ എഴുതിയേക്കുന്ന അതിൻ്റെ മെയിൻ പോയിൻറ്റുകളാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇലിസ്ട്രേഷൻ 4 അങ്ങനെ ഒരു പ്രശ്നമുള്ള സാധനമല്ല, അത് നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അത് നമുക്കൊന്ന് വേണം ഡിസ്കസ് ചെയ്യാം. റെസിഡൻറ്റ് ഇൻഡിവിജ്വലാണ്, അയാളൊരു മ്യൂസീഷ്യനാണ്. അയാളുടെ ഇൻകം ഔട്ട്സൈഡ് ഇന്ത്യ പെർഫോം ചെയ്തപ്പം 2,50,000 കിട്ടി. അവിടെ അയാൾ 35,500 റുപ്പീസ് ടാക്സ് അടച്ചിട്ടുണ്ട്. ആ കൺട്രിയുമായിട്ട് ഇന്ത്യക്ക് എന്തില്ല? എഗ്രിമെൻ്റ് ഇല്ല. അപ്പോൾ ഏത് സെക്ഷനാണ്? സെക്ഷൻ 91 ആണ്. ഇന്ത്യൻ ഇൻകം അയാൾക്ക് 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എത്ര റിലീഫ് സെക്ഷൻ 91 വരും? അപ്പോൾ അവിടെ എഴുതി വെച്ചേക്കുന്ന സൊല്യൂഷൻ ഒന്നും നോക്കണ്ട, കാരണം അത് ആ കണ്ടീഷൻസ് ആണ്. നമ്മൾ പഠിച്ചില്ലായിരുന്നു സെക്ഷൻ 91. ആ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ആ റിലീഫിന് അർഹനാണ്. ഇനി ആ റിലീഫ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആവറേജ് റേറ്റ് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ നമ്മൾ ആദ്യം ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുന്നു, അതിനകത്ത് റഫായിട്ട് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു 100 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആവറേജ് റേറ്റ് കിട്ടും. ഇൻറ്റു ഡബിൾ ടാക്സ് ഇൻകം ചെയ്യുന്നുണ്ടെ ഒരു എമൗണ്ട് കിട്ടും. പിന്നെ ഔട്ട്സൈഡിൽ അയാൾ 37,500 ആണ് ടാക്സ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കി, ഇവിടെ ആവറേജ് റേറ്റിൽ കണ്ടപ്പോൾ 21,667 എന്നൊരു എമൗണ്ട് വന്നു. അയാളുടെ ഇന്ത്യയുടെ പുറത്തുണ്ട് ആ ഇൻകം കിട്ടിയ സോഴ്സ് കൺട്രിയിൽ അയാൾ അടച്ചേക്കുന്നത് 37,500. ഏത് എമൗണ്ട് എടുക്കും റിലീഫായിട്ട്? ഇതിനകത്ത് ഏതാണോ ലെസർ എമൗണ്ട് ആ എമൗണ്ട് നമ്മൾ റിലീഫായിട്ട് എടുക്കും. ഇവിടെ പറഞ്ഞേക്കുന്നത് റിലീഫ് മാത്രം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളതുകൊണ്ടാണ് അത്രയും കൊണ്ട് നിർത്തിയേക്കുന്നത്.
പിന്നെ ഇല്ലസ്ട്രേഷൻ 5-നകത്തും പ്രത്യേകിച്ച് ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല. ബിസിനസ് ഇൻകം ഇന്ത്യയിൽ നിന്ന് 7,20,000. ഫോറിൻ കൺട്രി അവിടെയും DTA ഇല്ലാത്ത ഒരു ഫോറിൻ കൺട്രിയാണ്. അപ്പോൾ സെക്ഷൻ 91 2,40,000. പിന്നെ പറഞ്ഞേക്കുന്നത് ടാക്സ് ലെവീഡ് ഇൻ ഫോറിൻ കൺട്രി ഓൺ ഇൻകം മെൻഷൻഡ് ഇൻ 2. നമ്മുടെ ഫോറിൻ കൺട്രിയിൽ അയാൾ സോഴ്സ് കൺട്രിയിൽ ടാക്സ് അടച്ചിട്ടുണ്ട് 48,000. PPF പ്രകാരം 60,000 റുപ്പീസ് അയാൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനകത്ത് നിങ്ങൾ നോക്കിയാൽ നമ്മൾ സെക്ഷൻ 91 ആയതുകൊണ്ട് എങ്ങനെ നമുക്ക് റിലീഫ് കിട്ടുന്നത്? ഒന്നെങ്കിൽ ഇന്ത്യൻ റേറ്റിൽ ഓഫ് ടാക്സിൽ കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ ആക്ച്വലി അവിടെ അടച്ചത് വിച്ച് ഒരു സ്ലോവർ ആയിരിക്കും നമ്മുടെ റിലീഫ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിനകത്തൊരു പ്രത്യേക കാര്യം നോക്കണം. ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ഡിഡക്ഷൻ വരുന്നുണ്ട് അണ്ടർ സെക്ഷൻ C. പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ ഒരു ഡിഡക്ഷൻ വരുന്നുണ്ട്. അങ്ങനെയാണ് ടോട്ടൽ ഇൻകം കിട്ടുന്നത്. അപ്പം നമ്മൾ ആവറേജ് റേറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു 100 ആവറേജ് റേറ്റ് കിട്ടും, ഇൻറ്റു ഡബിൾ ടാക്സ്ഡ് എമൗണ്ട് ചെയ്യുന്നതുകൊണ്ട് എമൗണ്ട് കിട്ടും. ഓക്കെ, അതുകൊണ്ട് അയാൾ ഓൾറെഡി അവിടെ ഔട്ട്സൈഡ് ഇന്ത്യ അടച്ച ടാക്സ് 40,000 ആണ്, വിച്ച് ആർ ഇസ് ലോവർ. എത്രയാണ് ലോവർ എമൗണ്ട് വരുന്നത്? അപ്പം ആവറേജ് റേറ്റിലുള്ളത് 25,653. അത്ര എമൗണ്ട് അയാൾക്ക് റിലീഫായിട്ട് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ നമ്മുടെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി മൈനസ് ഈ എമൗണ്ട് ചെയ്താൽ നമ്മുടെ ആക്ച്വൽ ടാക്സ് പേബിൾ കിട്ടും. ഇനി ഇല്ലസ്ട്രേഷൻ 6ഉം ഇതെല്ലാം കണ്ട ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല. ഓൾറെഡി ഇതെല്ലാം ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ള സാധനം തന്നെയാണ്. ഇല്ലസ്ട്രേഷൻ 6 നോക്കിക്കേ, എന്ത് പ്രത്യേകിച്ചൊന്നുമില്ല. എക്സ് റെസിഡൻ്റ് ആണെന്നും ഒറ്റ കാര്യം മാത്രം ഞാൻ ശ്രദ്ധിച്ചാൽ മതി. അതിനകത്ത് പറഞ്ഞേക്കുന്ന ആ പ്രീവിയസ് ഇയറിൽ 2018-19 അയാളുടെ ഇൻകം എന്ന് പറയുന്നത് 6,45,000 ആയിരുന്നു. അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് 6 lakh റുപ്പീസിന്, അതായത് 45,000 റുപ്പീസ് എന്ന് പറയുന്നത് നെറ്റ് ഫോറിൻ ഇൻകം ആണ്. എന്താണ് നെറ്റ് ഫോറിൻ ഇൻകം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇൻകം മൈനസ് അവിടെ പേ ചെയ്തിട്ടുള്ള ടാക്സ് എന്നുള്ളതാണ് നെറ്റ് ഫോറിൻ ഇൻകം. പക്ഷെ നമുക്ക് ഈ 45,000 എടുക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ പേ ചെയ്ത ടാക്സ് എത്രയാണ്? 5,000. സോ ശരിക്കും അയാൾക്ക് ഫോറിന് കിട്ടിയ എമൗണ്ട് എത്രയാണ്? 45,000 പ്ലസ് 5,000 50,000 ആണ് ശരിക്കും കിട്ടിയത്. ചുമ്മാ നമുക്കങ്ങനെ റിലീഫ് എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ DTA അഗ്രിമെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് സെക്ഷൻ 91 പ്രകാരം ആവറേജ് റേറ്റ് ഇട്ട് കണ്ടുപിടിച്ച് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പം നമ്മളിവിടെ ആദ്യം ഒരു ചെയ്തേക്കുന്ന കാൽക്കുലേഷൻ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഇൻകം ഈ 45,000 അതിനകത്ത് കുറച്ചിട്ട് 50,000 ആഡ് ബാക്ക് ചെയ്തേക്കാണ്. എന്തിനാണ് 50,000 എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള പൈസയല്ല, അത് റിലീഫ് നമ്മൾ ഇപ്പോഴാണ് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ ചുമ്മാ റിലീഫ് എടുക്കാൻ പറ്റത്തില്ല. ശരിക്കും അവിടെ കിട്ടിയ തുക എടുത്തിട്ട് വേണം ടോട്ടൽ ഇൻകമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ. പിന്നെ എല്ലാം സാധാരണ പോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ആവറേജ് റേറ്റ് കണ്ടുപിടിക്കുന്നു, നമ്മുടെ സാധാരണ പരിപാടി തന്നെ ചെയ്യുന്നു. ഡൊമസ്റ്റിക് റേറ്റും അതോടൊപ്പം തന്നെ മറ്റേ നമ്മുടെ ആക്ച്വൽ പേയ്മെൻറ്റ് നടത്തിയതാണ് വിച്ച് ഓഫ് റെസ്ലെസ്, അത് മാത്രമേ അയാൾക്ക് റിലീഫായിട്ട് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഇല്ലസ്ട്രേഷൻ 7-നകത്ത് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേകതയില്ല. അതിനകത്ത് പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. ടാക്സ് പേബിൾ ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 1920 അസസ്മെൻറ്റ് ഇയറിൽ അവിടെ അന്നേരം കൊടുക്കേണ്ട ടാക്സാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരു 3 ലക്ഷം രൂപ അയാൾ ഫോറിനിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നൊരു കഥ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഇൻകത്തിൻ്റെ ടാക്സ് ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. സെയിം കാര്യം തന്നെയാണ്. ഇതിനകത്ത് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഇത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇല്ലസ്ട്രേഷൻ 7 നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. സെയിം കാൽക്കുലേഷൻ തന്നെ. ഇല്ലസ്ട്രേഷൻ 8 എന്ന് പറയുന്ന സാധനം നമ്മൾ ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. കൺട്രി വൈസ് ടാക്സേഷൻ എന്ന് പറഞ്ഞൊരു പോർഷൻ ഞാൻ എടുത്തു പോയിൻറ്റ്സ് ടു ബി നോട്ടഡിനകത്ത്. അതിനകത്ത് പറഞ്ഞ ഒരു പോയിൻ്റാണ് കൺട്രി എ അയാൾക്ക് ഇൻകം ഉണ്ട്, കൺട്രി ബി അയാൾക്ക് ലോസ് ആണ്. ലോസിന് ഡബിൾ ടാക്സേഷൻ്റെ ഒരു പ്രശ്നം വരുന്നില്ലല്ലോ, അപ്പോൾ അത് കണ്ടുപിടിക്കേണ്ട. പക്ഷേ കൺട്രി എയുടെ ആവറേജ് റേറ്റ് എടുത്തിട്ട് ഇത് കണ്ടുപിടിക്കുക, അവിടെ റിലീഫ് എമൗണ്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്. ഇല്ലസ്ട്രേഷൻ 8 പ്രശ്നമൊന്നുമില്ല. ഇല്ലസ്ട്രേഷൻ 9-നകത്ത് ഇല്ലസ്ട്രേഷൻ 9 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ അവിടെ നിങ്ങൾക്കൊരു പഠിച്ച സമയത്ത് ഞാൻ ഓൾറെഡി കാണിച്ചായിരുന്നു. ഇല്ലസ്ട്രേഷൻ 9-നകത്ത് പറഞ്ഞേക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റർ ടോട്ടൽ ഇൻകത്തിൻ്റെ മേലിലാണ് ഫോറിൻ ഇൻകം. അപ്പോൾ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത്? ആവറേജ് റേറ്റ് കാണുന്ന ഏതിനായിരിക്കും? ഡബിൾ ടാക്സ്ഡ് ഇൻകത്തിലല്ല, ടോട്ടൽ ഇൻകത്തിലായിരിക്കും. എന്തുകൊണ്ടാണ്? ടോട്ടൽ ഇൻകം വരെയുള്ള ഡിഡക്ഷൻസ് സമ്മതിക്കത്തുള്ളൂ, അതിൻ്റെ മേലോട്ട് എന്താണെങ്കിലും സമ്മതിക്കത്തില്ല. പിന്നെ പറഞ്ഞേക്കുന്ന ഇല്ലസ്ട്രേഷൻ 10-നകത്ത് പറഞ്ഞേക്കുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല. അതും സെയിം തന്നെ, നമ്മുടെ സെയിം തന്നെയാണ്. പക്ഷേ 2 കൺട്രി ഇൻകം ഉണ്ട്. ഇതാണ് ശരിക്കും കൺട്രി വൈസ് ടാക്സേഷൻ. 2 കൺട്രി എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഓരോ കൺട്രിയുടെയും ആവറേജ് ടാക്സ് റേറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ ഇൻകം കാണുക, ടോട്ടൽ ടാക്സ് ലയബിലിറ്റി കാണുക, ലെസ് ടോട്ടൽ റിലീഫ് എന്നുള്ളതാണ് ആ കണക്ക്. പിന്നെ ഇല്ലസ്ട്രേഷൻ 11-നകത്ത് പറഞ്ഞേക്കുന്നത് അതും നമ്മൾ ഡിസ്കസ് ചെയ്തു ഓൾറെഡി. കാരണം റോയൽറ്റി ഇൻകം ഫോറിൻ കൺട്രിയിൽ നിന്ന് വരുന്നുണ്ട്, QQB പ്രകാരം അയാൾക്ക് ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇതിനകത്ത് ആവറേജ് ടോട്ടൽ ഇൻകം ഒക്കെ കണ്ടിട്ട് ആവറേജ് റേറ്റ് കാണുമ്പോൾ ഡബിൾ ടാക്സ് ഇൻകം എന്ന് പറയുന്നത് ഏതായിരിക്കും? അയാളുടെ ഫോറിൻ ഇൻകം ലെസ് അയാൾക്കുണ്ടായിരുന്ന ഡിഡക്ഷൻ കൂടെ കുറച്ചിട്ടുള്ള എമൗണ്ടിനാണ്
നമ്മൾ ടാക്സ് അടയ്ക്കണം, ആവറേജ് റേറ്റ് ടാക്സ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ നമ്മൾ ടാക്സ് ആക്ച്വലി പേ ചെയ്ത് നോക്കും, വിച്ച് എവർ ഇസ് ലെസ്. അതായിരിക്കും നമ്മുടെ ശരിക്കുമുള്ള ടാക്സ് റിലീഫ് എന്ന് പറയുന്നത്. നമ്മൾ ടോട്ടൽ ടാക്സിൽ നിന്ന് അത് കുറച്ചാൽ മതിയാവും. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇതിനകത്ത്. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പോർഷനൊന്നും അല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങളെല്ലാവരും വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുകയോ ചോദിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. 90, 91 ആൻഡ് ഫൈനലി 90A, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഡീൽ ചെയ്തത്. സോ താങ്ക് യു.